ഹലോ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ നമ്മൾ ഈ ഗ്രിഡ് വരെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ് വരെ കണ്ടത്. ഇമേജ് ഗ്രിഡ് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മെനൂസ് എന്നുള്ള ഇതും നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഓൾറെഡി. ഓപ്ഷൻ മെനു, കോണ്ടെക്സ്റ്റ് മെനു, പോപ്പപ്പ് മെനു, 3 ടൈപ്പ് മെനൂസ് ഉണ്ടെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതുകൂടാതെ ഇനി അടുത്തൊരു പോർഷനാണ് ആക്ഷൻ ബാർ. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് ഈ ആക്ഷൻ ബാറും മെനുവും, കാരണം ഈ മെനൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻ മെനു എന്നുള്ളത് അതിൻ്റെ മുകളിലുള്ള ആക്ഷൻ ബാറിൽ വരുന്ന സംഭവമായതുകൊണ്ട് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ, അത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ മെനു നിങ്ങൾ തിയറി ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അത് ഏകദേശം ഇംപ്ലിമെൻറ്റ് ചെയ്യാനും നിങ്ങൾ ലാബിൽ ഒരു എക്സ്പെരിമെൻറ്റും മെനു ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഏകദേശം മെനു നിങ്ങൾ കണ്ടു കഴിഞ്ഞാണ്. ആക്ഷൻ ബാർ എന്താണെന്ന് കൂടി പറഞ്ഞിട്ട് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു മെനു കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഇന്നത്തെ ഇത് കഴിയും. അപ്പോൾ ആദ്യം നമുക്ക് ആക്ഷൻ ബാർ, മെനു നിങ്ങൾ ഓൾറെഡി കണ്ടതുകൊണ്ട് ഞാൻ നേരെ ആക്ഷൻ ബാർ എന്താണെന്നുള്ളതിലേക്കാണ് പോകുന്നത്. ആക്ഷൻ ബാർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഈ നമ്മുടെ ഏതൊരു ആപ്പിൻ്റെ ഏതൊരു ആക്ടിവിറ്റിയുടെയും ടോപ്പിൽ കാണുന്ന, ആ ടോപ്പ് ഭാഗത്ത് കാണുന്ന ഒരു റിബൺ പോലെ കാണുമല്ലോ, അതിനെയാണ് ബാനർ പോലെ കാണുന്നതിനാണ് നമ്മൾ അതിൻ്റെ ആക്ഷൻ ബാർ അല്ലെങ്കിൽ ടൈറ്റിൽ ബാർ, ആപ്പ് ബാർ, അങ്ങനെ പല പേരുകൾ അത് അറിയപ്പെടും. ഇറ്റ് പ്രൊവൈഡ്സ് ബെറ്റർ യൂസർ ഇൻട്രാക്ഷൻ ആൻഡ് എക്സ്പീരിയൻസ് ബൈ സപ്പോർട്ടിങ് ഈസി നാവിഗേഷൻ ത്രൂ ടാബ്സ് ആൻഡ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. ഇപ്പോൾ ഇപ്പോൾ ഉള്ള ആപ്പുകളിലൊക്കെ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ ഉപയോഗിക്കുന്നതാണ്. വാട്സാപ്പും ഒക്കെ വാട്സാപ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു ആക്ഷൻ ബാറിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അവിടെ 3 ടാബുകളുണ്ടല്ലേ. ടാബുകൾ എന്ന് പറഞ്ഞാൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ സ്ക്രീനാണ് വരുന്നത്. അതിൽ ചാറ്റ് എന്ന് പറഞ്ഞ ഇതിലാണ് നമ്മൾ ചാറ്റ് ചെയ്യുന്നതെല്ലാം വരുന്നത്. പിന്നെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു ടാബുണ്ട്. പിന്നെ കോൾസ്, വാട്സാപ്പ് കോളുകൾ കാണിക്കുന്ന ഒരു ടാബുണ്ട്. അങ്ങനെ 3 ടാബുകളാണ് വാട്സാപ്പിൻ്റെ ഇതിലുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും പരിചയമുള്ളതായതുകൊണ്ടാണ് ഞാൻ വാട്സാപ്പ് പറയുന്നത്. അതിൽ തന്നെ ഒരു 3 ഡോട്ടുള്ള ഓപ്ഷൻ മെനു നിങ്ങൾക്ക് കാണാം. ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ ആ മെനു സെറ്റിങ്സും അങ്ങനെ പ്രൊഫൈൽ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ വരുന്ന ഒരു മെനുവും കാണാം, ഓപ്ഷൻ മെനു. അപ്പോൾ അതുപോലുള്ള നമ്മൾ ടാബ്ഡ് ആയിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെ സിലബസിലെ ആക്ഷൻ ബാർന്ന് ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ളൊരു ആക്ഷൻ ബാർ അതിൻ്റെ അകത്തൊരു മെനു ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ആക്ഷൻ ബാർ വരുന്നത് ആൻഡ്രോയിഡ് 3 തുടങ്ങിയാണ്. അതിനു മുമ്പ് അവിടെ ഒരു ടൈറ്റിൽ ബാറാണ് ഉണ്ടായത്. ടൈറ്റിൽ ബാർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും ക്ലിക്ക് ചെയ്താലൊന്നും മാറ്റമൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ പേര്. ഓക്കെ, പ്രയർ ടു 3SDK ദ ടൈറ്റിൽ ബാർ ഓഫ് ആൻ ആക്ടിവിറ്റി മിയർലി കണ്ടെയ്ൻ ദ ടൈറ്റിൽ ഓഫ് ആൻ ആക്ടിവിറ്റി. ആ ആക്ടിവിറ്റിയുടെ ടൈറ്റിൽ, അതിൻ്റെ ആ പേര് മാത്രമേ അവിടെ കാണിച്ചിരുന്നുള്ളൂ. വേറെ ഒരു സംഭവങ്ങളും മെനുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷനോ ബാക്കി കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതിൽ നമുക്ക് ടാബ് ഉണ്ട്, ഓരോന്നിനും ക്ലിക്ക് ചെയ്താൽ ഓരോന്ന് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ടാബ് അല്ലെങ്കിൽ തന്നെ ചില ഐക്കൺസ് കാണാം, ഈ മെനു കൂടാതെ ഐക്കൺസ് കാണാം. അപ്പോൾ അതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു അനാട്ടമി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം ആക്ഷൻ ബാറിൻ്റെ. അപ്പോൾ ഇതിപ്പോൾ ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞ ആപ്പിൻ്റെ ആക്ഷൻ ബാറാണ് കാണിക്കുന്നത്, ഗൂഗിൾ മാപ്പിൻ്റെ എക്സാമ്പിൾ വെച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഈ റെഡ് കളറിൽ കാണുന്നതാണ് അതിൽ ഓരോ സെക്ഷൻ്റെ പേരുകൾ. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണുന്നത് ഒരു ബാക്ക് നാവിഗേഷൻ ബട്ടൺ, ഒരു ബാക്ക് ബട്ടൺ. ചില ഇതിൽ ആപ്പിൻ്റെ മുകളിൽ നമുക്കൊരു ആരോ ലെഫ്റ്റിലേക്കുള്ളൊരു ലെഫ്റ്റ് ഹാൻഡ് സിമ്പിൾ പോലൊരു ഇത് കാണാം. അത് ബാക്ക് നാവിഗേഷൻ, തൊട്ട് മുമ്പത്തെ സ്ക്രീനിലേക്ക് പോകാനുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഇതിൽ തന്നെ ഇപ്പോൾ നമ്മൾ സെർച്ച് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാനുള്ള പേര് ടൈപ്പ് ചെയ്യാനുള്ള ഇത് ഇവിടെ വരും. അവിടെ നമ്മൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ആ സെർച്ച് വീണ്ടും പഴയതുപോലെയാവും. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് അത്ര ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പോകേണ്ടതില്ല. അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. സിമ്പിളാണ്, നിങ്ങളത് കണ്ടുപഠിക്കുക. ഓക്കെ, പിന്നെ ഇതുപോലെ ഐക്കൺസ്, പിന്നെ ഇതിൻ്റെ പേര് എഴുതിയിരിക്കുന്ന ഈ ഭാഗം, അവിടെ ഒന്നുകിൽ പേര് വരാം, അതായത് ആപ്ലിക്കേഷൻ്റെ പേര് അല്ലെങ്കിൽ ആ ആക്ടിവിറ്റിയുടെ പേര് നമ്മൾ കൊടുക്കുന്ന ടൈറ്റിൽ എന്താണോ അത് അവിടെ ഡിസ്പ്ലേ ചെയ്യാം. ഈ ഏരിയ അതിനെ വ്യൂ കൺട്രോൾ എന്നാണ് പറയുക. അവിടെ തന്നെ നമുക്ക് 2 രീതിയിൽ വേറെ വരാം. ഒന്നുകിൽ നമ്മൾ വാട്സാപ്പിൽ കണ്ട പോലെ ഇതിൽ കണ്ട 3 ടാബുകളുണ്ട്. ഇത് ഗൂഗിൾ മാപ്പിൻ്റെയാണ്. അതുപോലെ നമ്മൾ ചാറ്റ്, സ്റ്റാറ്റസ്, കോൾസ്, നമ്മുടെ വാട്സാപ്പിൽ 3 ടാബുകൾ, അങ്ങനെ ടാബ് നാവിഗേഷൻ കാണാം. അല്ലെങ്കിൽ സ്പിന്നർ നാവിഗേഷൻ. സ്പിന്നർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ അല്ലേ. നമ്മൾ ലിസ്റ്റ് വ്യൂവും സ്പിന്നർ വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാണ്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് ഒരു മെനു വരും. അതുപോലെ സ്പിന്നർ നാവിഗേഷൻ ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ടാബായിട്ട് നേരെ 3 ടാബ് 4 ടാബായിട്ട് കൊടുക്കാം. മാക്സിമം 3ഒക്കെയാണ് സാധാരണ കാണുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഈ 2 കാര്യങ്ങൾ ഇവിടെ പേരിന് പകരം ഇവിടെ വരാം. ഓക്കെ, വ്യൂ കൺട്രോൾ എന്നുള്ള ഭാഗത്ത്. അപ്പോൾ ഇവിടെ ആദ്യം വന്നത് ബാക്ക് ഐക്കണാണ്, പിന്നെ ഒരു ബാക്ക് ബട്ടണാണ്, പിന്നെ ഒരു ആപ്പിൻ്റെ ഐക്കൺ, നമ്മളെ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്ന ഐക്കൺ ഇവിടെ ഡിസ്പ്ലേ ചെയ്യാം. അത് കഴിഞ്ഞാലുള്ള ഏരിയയാണ് വ്യൂ കൺട്രോൾ. വ്യൂ കൺട്രോളിൽ
സ്പിന്നർ നാവിഗേഷനോ അല്ലെങ്കിൽ ടാബ്ഡ് നാവിഗേഷനോ വരാം, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ അവിടെ ഒരു ഇതിൻ്റെ പേര് വരാം. ഓക്കെ. പിന്നെ ആക്ഷൻ ബട്ടൺസ്, ഇവിടെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഐക്കണുകൾ, ബട്ടൺ പോലെ വർക്ക് ചെയ്യുന്ന ഐക്കണുകൾ കാണാം. ഓക്കെ. അപ്പോൾ ചില ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് അങ്ങനെ കാണാം, സെർച്ച് ബട്ടൺ കാണാം, അല്ലെങ്കിൽ ഷെയർ ബട്ടണൊക്കെ കാണാം അവിടെ. ഓക്കെ. അപ്പോൾ നമുക്ക് എളുപ്പം ഇത് ഈ മെനുവിൽ വരുന്ന, അതായത് കഴിഞ്ഞിട്ടൊരു 3 ഡോട്ട് കണ്ടോ, അതാണ് ഓവർഫ്ലോ മെനു എന്നാണ് അതിന് പറയുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ മെനു താഴേക്ക് കാണിക്കും. വാട്സാപ്പിലൊക്കെ ഉണ്ടത് അല്ലേ, നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേ സെറ്റിങ്സ് അടക്കമുള്ള കാര്യങ്ങൾ ആ മെനുവിലാണ് വരിക. അപ്പോൾ ഈ മെനുവിൻ്റെ അകത്ത് തന്നെയുള്ള പാർട്ടാണ് ഇത് രണ്ടും. പക്ഷേ അതിൻ്റെ ഐക്കൺ നമുക്ക് ഇവിടെ കാണിക്കാനായിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള നമ്മൾ പഠിക്കും ഇപ്പോൾ തന്നെ. ഈ ഐക്കൺ ഇവിടെ കാണിക്കാനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മെനുവിൻ്റെ ഈ 3, 2, 5 ഐറ്റം ഉണ്ട്, അതിൽ 2 ഇവിടെ ഡയറക്റ്റായിട്ട് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ ഇതിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നൊക്കെ ഉള്ളത് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ക്ലിക്ക് ഇവൻ്റ് എങ്ങനെ ലിസൺ ചെയ്യാം, അതൊക്കെ നമ്മൾ മെനുവിൻ്റെ കേസിൽ കണ്ടതാണ്. മെനു എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ ആ ഒരു വീഡിയോ ഞാൻ അയച്ചു തന്നതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്താണ് അതിന് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്നൊക്കെ ഉള്ളത്, ഫങ്ഷൻ. ഓക്കെ. അതൊക്കെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും പഠിച്ചിരിക്കുക. ആക്ഷൻ ബാർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഓരോ ആക്ടിവിറ്റിയുടെയും ടോപ്പിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ടോപ്പിൽ കാണുന്ന റിബൺ പോലുള്ള സംഭവമാണ് ആക്ഷൻ ബാർ. അത് നേരത്തെ SDK 3 മുമ്പ് വരെ വെറും ടൈറ്റിൽ ബാർ മാത്രമായിരുന്നു. ഇപ്പോൾ അത് മാറി ആക്ഷൻ ബാറായി. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് ടൂൾ ബാറാണ്. ടൂൾ ബാർ, ആക്ഷൻ ബാർ ബൈ ഡിഫോൾട്ട് നമ്മൾ ഒരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ വരുന്നുണ്ട്. നമുക്ക് അതിനെ മാറ്റി വേണമെങ്കിൽ ഒരു ടൂൾ ബാർ ആക്കി വെക്കാം. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ അനാട്ടമി ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ ഇതിൽ അനാട്ടമി ഓഫ് ആക്ഷൻ ബാർ നേരത്തെ കണ്ട കാര്യങ്ങളാണ്. ആപ്പ് ഐക്കൺ, വ്യൂ കൺട്രോള്, ആക്ഷൻ ബട്ടൺ. ദീസ് ആർ യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഓർ ഓഫൺ യൂസർ ആക്ഷൻ. ഈ ആക്ഷൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെയാണ് മെനുവിൻ്റെ അകത്ത് വരിക. മെനുവിൻ്റെ അകത്ത് ഓഫൺ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ആവശ്യം വരുന്നത് എടുത്തിട്ട് ഐക്കണായിട്ട് അവിടെ ആക്ഷൻ ബട്ടണായിട്ട് പ്ലേസ് ചെയ്യാം. പിന്നെ ആക്ഷൻ ഓവർഫ്ലോ, ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദ ലെസർ യൂസർ ആക്ഷൻസ്. അതിൻ്റെ അകത്ത് സാധാരണ വരുന്ന മെനു, അധികം യൂസ് ചെയ്യാത്ത മെനൂസൊക്കെ ആ 3 ഡോട്ടിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്താൽ കാണിക്കുള്ളൂ. ഓക്കെ. ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി ആക്ഷൻ ബാർ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ആൻഡ്രോയിഡ് 3 തുടങ്ങിയിട്ട് ഇതിലെന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഡീഫോൾട്ട് തീം, ഓൾ ആക്ടിവിറ്റീസ് ദാറ്റ് യൂസ് ദ ഡീഫോൾട്ട് തീം ഹാവ് ആൻ ആക്ഷൻ ബാർ ആസ് ആൻ ആപ്പ് ബാർ. ഇതിനെ ആപ്പ് ബാർ എന്ന് പറയും, ആക്ഷൻ ബാർ എന്ന് പറയും. 3 മുമ്പ് ഇത് വെറും ടൈറ്റിൽ ബാർ മാത്രമായിരുന്നു. ഓക്കെ. അപ്പോൾ ഇത് ഡീഫോൾട്ടായിട്ട് ആൻഡ്രോയിഡ് 3ക്ക് ശേഷമുള്ള ഇപ്പോൾ ഇതിലെല്ലാത്തിലും ഡീഫോൾട്ട്. ഇപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ആക്ടിവിറ്റീസിലും എല്ലാ ആപ്പിലും ആ മുകളിൽ ആക്ഷൻ ബാർ ബൈ ഡിഫോൾട്ട് വരുന്നുണ്ട്. അതിൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേരാണ് കാണിക്കുക നോർമലി അല്ലേ, അത് വരുന്നുണ്ട്. നമുക്ക് ആ പേര് മാറ്റി പകരം നമുക്കിഷ്ടം, നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് കൊടുക്കുമ്പോൾ സ്പേസ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ അണ്ടർസ്കോറൊക്കെ ഇട്ടാണ് കൊടുക്കുക. നമുക്ക് ഇത്തിരി കൂടെ നല്ല രീതിയിൽ നമ്മുടെ പേര് കാണിക്കണം, ആ ആപ്ലിക്കേഷൻ്റെ പേര് സ്പേസ് ഒക്കെ ഇട്ട് കാണിക്കണമെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഉള്ളത് നമുക്കിപ്പോൾ പഠിക്കാം. ഓക്കെ. ഈ ബൈ ഡിഫോൾട്ടായിട്ട് വരുന്ന ആക്ഷൻ ബാറിനെ മാറ്റിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത ആക്ഷൻ ബാർ അല്ലെങ്കിൽ ടൂൾ ബാർ എങ്ങനെ പ്ലേസ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഡീഫോൾട്ടായിട്ട് ഒരെണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോ ആൻഡ്രോയിഡ് റിലീസ് വരുമ്പോഴും അതിൻ്റെ അകത്ത് മോഡിഫിക്കേഷൻ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ വരുമ്പോൾ അവസാനം എന്തായി, ആക്ഷൻ ബാർ ബിഹേവ്സ് ഡിഫറൻ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ വാട്ട് വേർഷൻസ് ഓഫ് ദ ആൻഡ്രോയിഡ് സിസ്റ്റം ഡിവൈസ് മേ ബി. ആ ഡിവൈസിൽ ഏത് വേർഷനാണോ അതിനനുസരിച്ച് ഈ ആക്ഷൻ ബാറിൻ്റെ ഡിസ്പ്ലേ ചെയ്യുന്ന രീതി, അതിൻ്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ മാറാൻ തുടങ്ങി. അതിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. ചില പഴയ വേർഷൻസിലൊക്കെ ഈ പറഞ്ഞ ഐക്കണൊന്നും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവില്ല. പുതിയ വരുമ്പോൾ അത് സപ്പോർട്ടഡ് ആവുന്നുണ്ട്. അപ്പോൾ വേർഷൻ അനുസരിച്ച് നമ്മുടെ ആപ്പ് കാണുന്നത് വ്യത്യാസം ഉണ്ടാവും. ഏറ്റവും മോസ്റ്റ് റീസെൻ്റായിട്ട് വന്നതാണ് ടൂൾ ബാർ. റീസെൻ്റായിട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ടൂളിൽ എത്രയെന്ന് അറിയില്ല. നമ്മളിത് പഠിക്കുന്ന നമ്മുടെ സിലബസൊക്കെ ഉണ്ടാക്കുന്ന സിലബസിൽ പോലും ടൂൾ ബാർ എടുത്ത് പറയുന്നില്ല, ആക്ഷൻ ബാർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ നമുക്ക് ട്യൂട്ടോറിയലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ടൂൾ ബാറിലുണ്ട്. അപ്പോൾ നമുക്കതുകൊണ്ട് ടൂൾ ബാർ എങ്ങനെ ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രോഗ്രാം ചെയ്തുകൊണ്ട് നോക്കാം. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ. ജസ്റ്റ് ഒന്ന് അത് റൺ ചെയ്യാം. ഔട്ട്പുട്ട് കാണിച്ചിട്ട് അതിൻ്റെ ബാക്കി എങ്ങനെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഇതിൻ്റെ ഡിസൈൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, മെയിൻ ആക്ടിവിറ്റി .xmlൻ്റെ അകത്ത് ആകെ ഒരു
വേറെ ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഈ പറഞ്ഞ സ്ക്രീൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ടൂൾ ബാർ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അകത്തൊരു ടൂൾ ബാറാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ടൂൾ ബാറിന് നമ്മൾ കുറച്ച് ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. വിഡ്ത്ത്, ഹൈറ്റ്, അത് സാധാരണ പോലെ വിഡ്ത്ത് നമ്മൾ എന്താണ് മാച്ച് പാരൻറ്റ് ഫുൾ വിഡ്ത്ത് വരണം. ഹൈറ്റ് എന്നുകൊണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആക്ഷൻ ബാർ സൈസ്, ഒരു ഡീഫോൾട്ട് സൈസ് ആട്രിബ്യൂട്ടായിട്ട് ആക്ഷൻ ബാർ സൈസ് എന്ന് പറഞ്ഞ് കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ കൊടുക്കണം, ക്വസ്റ്റ്യൻ മാർക്ക് ആട്രിബ്യൂട്ട് / കളർ പ്രൈമറി. അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ അകത്ത് തീം ഏതാണോ അതിൻ്റെ പ്രൈമറി കളർ ഏതാണോ അതാണ് അവിടെ വരേണ്ടതെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ പ്രത്യേകിച്ച് ഒരു കളർ പറയുന്നില്ല, പകരം ആട്രിബ്യൂട്ടിൽ നിന്ന് കളർ പ്രൈമറി എടുത്തിട്ട് യൂസ് ചെയ്യുക. തീം സ്റ്റൈൽ എന്നുള്ളതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ തീം എടുക്കുക. ഇവിടെ 2 തീമുണ്ട് അതിൻ്റെ അകത്ത്. തീം ഓവർലേ .app_combat.action bar, ഇതൊക്കെ ബൈ ഡീഫോൾട്ട് ഇതിൻ്റെ അകത്ത് ഉള്ളതാണ്. അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ അത് ലോഞ്ച് ആയിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മുടെ ടൂൾ ബാർ. അപ്പോൾ ഞാനിതിൻ്റെ നോക്കി നമ്മുടെ ആപ്പിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ വായിക്കാം. ടൂൾ ബാർ മെനു ഡെമോ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സ്പേസ് ഒന്നുമില്ല, ടൂൾ ബാർ മെനു ഡെമോ. പക്ഷേ ഇവിടെ അത് സാധാരണഗതിക്ക് നമ്മൾ കണ്ടിരുന്നത് അതായിരുന്നു, ആ ഒരു പേരാണ് ഇവിടെ കണ്ടിരുന്നത്. ഞാനത് മാറ്റി മൈ ടൂൾ ബാർ മെനു എന്ന് ആക്കിയിട്ടുണ്ട്. കൂടാതെ ഒരു സെർച്ച് ബട്ടൺ, ഒരു ഷെയർ ബട്ടൺ, പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 മെനു ഐറ്റംസ് ഉണ്ട്. അതിൽ ഒരെണ്ണം ഒരു സബ് മെനു ഉണ്ട്. ഇവിടെ ഒരു ആരോ കണ്ടാൽ അർത്ഥം സബ് ഫയൽ എന്നുള്ളതിൻ്റെ അത് ക്ലിക്ക് ചെയ്താൽ, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയലിൻ്റെ അകത്ത് ന്യൂ, ഓപ്പൺ, സേവ് 3 ഇത് ഓപ്ഷൻസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഓപ്ഷൻ മെനു അല്ലേ. ഈ ഓപ്ഷൻ മെനുവിൻ്റെ തന്നെ പാർട്ടാണ് ഇത് രണ്ടും, ഷെയറും. ഇത് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ അതിൻ്റെ ടെക്സ്റ്റ് എന്താണെന്ന് കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് ഇവിടെ പിടിച്ചാൽ താഴെ കാണിക്കും, അത് സെർച്ച് എന്നാണ്. ഓക്കെ, ഇതിൻ്റെ പേര് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ ഷെയർ എന്നാണ് കാണിക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ മെനു ആയിട്ടായിട്ട് ഇവിടെ കാണിക്കേണ്ടതാണ്. നമ്മൾ അതിന് പകരം ടൂൾ ബാറിൽ തന്നെ കാണിക്കാം. ടൂൾ ബാറിൽ സ്ഥലമുണ്ടെങ്കിൽ കാണിക്കുക. അങ്ങനെയാണ് നമ്മളത് ഇഫ് റൂം എന്നുള്ളൊരു ആട്രിബ്യൂട്ടാണ് അതിന് സെറ്റ് ചെയ്യുക. അത് മെനു ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യുക. അത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ടൈറ്റിൽ മാറ്റിയിട്ടുണ്ട്, അതിൻ്റെ കളറും ഇത് പ്രൈമറി എന്നാക്കിയിട്ടുണ്ട്. ഒരു സെർച്ച് ഐക്കൺ, ഒരു ഷെയർ ഐക്കൺ, കൂടാതെ ഇതിൻ്റെ അകത്തൊരു മെനുവിൻ്റെ അകത്ത് 3 ഐറ്റം ഉണ്ട്. അതിൽ ഒരെണ്ണം ഒരു സബ് മെനു ആണ്. സബ് മെനു വരെ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ അകത്ത് എക്സാമ്പിൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിതാ ഞാനിപ്പോൾ എബൌട്ട് ക്ലിക്ക് ചെയ്തു. എബൌട്ട് ക്ലിക്ക് ചെയ്താൽ ദിസ് ഈസ് എ സാമ്പിൾ മെനു ഡെമോ പ്രൊജക്റ്റ് എന്ന് കാണിക്കാനാണ് ഞാൻ ആ ടോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്രയേ ഉള്ളൂ, എബൌട്ടിന് മാത്രം. ബാക്കി ഏത് ക്ലിക്ക് ചെയ്താലും ഫയലിൻ്റെ അകത്ത് ന്യൂ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ ന്യൂ സെലക്റ്റഡ്, ഏതാണ് ഐറ്റം സെലക്റ്റഡ് എന്നുള്ളത് ജസ്റ്റ് കാണിക്കാം. നമുക്കൊരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിന് വേണ്ടി ക്ലിക്ക് ഇവൻ്റെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഓരോന്നിനും അങ്ങനെ കൊടുത്തു എന്ന് മാത്രം. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ക്വിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ പ്രോഗ്രാമിൽ നിന്ന് പുറത്തു പോകും. അത് ഫിനിഷ് എന്നുള്ളൊരു ഫംഗ്ഷൻ കോൾ ചെയ്താൽ സുഖമായിട്ട് പുറത്തു പോകും. അപ്പോൾ അതുകൊണ്ട് അതിന് മാത്രം ഞാൻ ആ ഫംഗ്ഷൻ തന്നെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സാധാരണ ഒരു ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ അകത്തൊരു ഡീഫോൾട്ട് ആക്ഷൻ ബാർ അവിടെ വന്നിട്ടുണ്ടാവും. അതിനെ നമ്മൾ മാറ്റിയിട്ട് ആദ്യം അതിനെ മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ പണി. പിന്നെ ഇതിൻ്റെ അകത്തേക്കൊരു ടൂൾ ബാർ ഇതുപോലെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ആദ്യം പോലെ ചെയ്ത് കാണിക്കണമെന്ന് വിചാരിക്കുന്നു. മെനുവിൻ്റെ കേസിൽ ഇതിൽ നിന്നുള്ള മെനു ഐറ്റംസ് നമുക്ക് ഇതേപടി കോപ്പി ചെയ്യാം. അപ്പോൾ ഈ ആപ്പ് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ പുതിയത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ന്യൂ പ്രൊജക്റ്റ്. empty activity, next. Toolbar menu demo 2. ഓൾറെഡി ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തത് ടൂൾ ബാർ മെനു ഡെമോ എന്നാണ്. ഇപ്പോൾ ടൂൾ ബാർ മെനു ഡെമോ 2 ആ പേര് അങ്ങനെ കൊടുത്തു, ഫിനിഷ് ചെയ്തു. ലൈവായിട്ട് ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ കുറച്ച് ഡിലേ കാര്യങ്ങളൊക്കെ വരും. ഇത് ലോഡായി വരാനൊക്കെ എടുക്കുന്ന സമയം ഉണ്ടാവും.
സാധാരണ ഒരു ആക്ടിവിറ്റിയാണ്. മെയിൻ ആക്ടിവിറ്റി എക്സ്റ്റൻസ് ആപ്പ് കോമ്പാറ്റ് ആക്ടിവിറ്റി. ഇതിന് ഈ ആക്ടിവിറ്റിക്ക് ഓൾറെഡി ഒരു ആക്ഷൻ ബാർ അതിൻ്റെ ടോപ്പിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതല്ല വേണ്ടത്. ആ ആക്ഷൻ ബാർ ആണെങ്കിൽ അതിൻ്റെ അതിൽ എഴുതി കാണിക്കുക എന്തായിരിക്കും, ടൂൾ ബാർ മെനു ഡെമോ 2 എന്നായിരിക്കും. വേറെ ഐക്കൺസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് നമുക്ക് നമ്മുടേതായ ഒരു ടൂൾ ബാർ അവിടെ പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട പണി, ഇതിനകത്തുനിന്ന് ഡീഫോൾട്ടായിട്ടുള്ള ആക്ഷൻ ബാറിനെ നമ്മൾ എടുത്ത് മാറ്റണം. നോ ആക്ഷൻ ബാർ എന്നാക്കി മാറ്റേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഫുള്ള് ലോഡായോ നോക്കട്ടെ. സ്പ്ലിറ്റ്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ഇതിൻ്റെ വ്യൂ എടുത്താൽ, ഇതിൻ്റെ വ്യൂ ജസ്റ്റ് ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഹലോ വേൾഡ് എന്നുള്ള ടെക്സ്റ്റ് വ്യൂ ജസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട്. ഞാനത് കളയാണ്, അത് നമുക്ക് ആവശ്യമില്ല. ഇത് ലേഔട്ട് ഒന്ന് റിലേറ്റീവ് ലേഔട്ട് ആക്കുകയാണ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. ലീനിയർ ലേഔട്ട് ആക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് ലീനിയർ ലേഔട്ടാക്കി. ഇനി നമ്മൾ ഇത് മാത്രം ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് ഇത്രയും റൺ ചെയ്താൽ എന്താണ് അവിടെ വരുന്നത്, ആദ്യം വരുന്നത് എന്താണെന്ന് നമ്മൾ കാണണമല്ലോ. ഫ്രഷായിട്ട് ചെയ്ത് കാണിക്കുമ്പോൾ ഉള്ള, ഞാൻ ഇതുകൊണ്ടാണ് മുമ്പൊക്കെ ഞാൻ ചെയ്തു വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ ചിലപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ടത് കിട്ടണമെന്നില്ല. അത് മാത്രമല്ല, പഴയ ഓൾറെഡി ഉള്ള ആക്ഷൻ ബാർ റിമൂവ് ചെയ്യുന്ന എങ്ങനെയെന്നൊക്കെ ഓൾറെഡി ചെയ്ത് വെച്ച് പോയി. അപ്പോൾ അതിൻ്റെ പഴയ ഇത് കാണിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഫ്രഷായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം റൺ ചെയ്യുമ്പോൾ കുറച്ച് ഗ്രാഡിൽ ബിൽഡ് റൺ ചെയ്യാനൊക്കെ കുറച്ച് ഡിലേ എടുക്കും, നമുക്കറിയാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബിൽഡിംഗ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇൻസ്റ്റലേഷൻ നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ആക്ടിവിറ്റി ലോഞ്ച് ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ ടൂൾ ബാർ മെനു ഡെമോ എന്ന് പറഞ്ഞിട്ടൊരു ആക്ഷൻ ബാർ ഇവിടെ ഓൾറെഡി കാണിക്കുന്നുണ്ട്. അതെന്താണ്, നമ്മുടെ ആപ്പിൻ്റെ പേര്, നമ്മൾ കൊടുത്ത പേര്, പ്രൊജക്റ്റിന് കൊടുത്ത പേര് അതേപടി ഇവിടെ കാണിക്കുകയാണ്. സ്പേസും കാര്യങ്ങളും ഒന്നുമില്ല, വേറെ ഒരു ടൂളും ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യണം. ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആദ്യം അതിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള ആക്ഷൻ ബാർ നമ്മൾ മാറ്റിക്കളയണം. അതിന് നമ്മൾ സാധാരണ ചെയ്യുന്നത്, പഴയ വേർഷനിലൊക്കെ മാനിഫെസ്റ്റ് ഫയലിൽ തന്നെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ നമ്മൾ മാനിഫെസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ തീമിൽ സ്റ്റൈൽ തീം ഡോട്ട് ടൂൾ ബാർ മെനു ഡെമോ 2 എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. അപ്പോൾ സ്റ്റൈലിൽ പോയി നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇവിടെ ആ ഒരു തീം പറയുമായിരുന്നു, ആക്ഷൻ ബാർ എന്താണെന്നുള്ളത് പറയും. ഇതിപ്പോൾ ഈ സ്റ്റൈലിൻ്റെ അകത്താണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസോഴ്സിൽ തീംസ്, ഓക്കെ, അപ്പോൾ തീംസ് എന്നുള്ള XML ഫയൽ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് നെയിം തീം, ഇതിൻ്റെ അകത്ത് പാരൻറ്റ് തീം ഡോട്ട് മെറ്റീരിയൽസ് ഡേ ആൻഡ് നൈറ്റ് ഡോട്ട് ഡാർക്ക് ആക്ഷൻ ബാർ എന്ന് കിടക്കുന്നുണ്ട്. ഇത് മാറ്റിയിട്ട് നമ്മൾ നോ ആക്ഷൻ ബാർ എന്നാക്കണം. നോ ആക്ഷൻ ബാർ അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻ ബാർ അവിടെ നിന്ന് പോയി. ഈ ഒരു ചേഞ്ച് മാത്രമേ ചെയ്യാനുള്ളൂ. ജസ്റ്റ് ഇതൊന്ന് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. നമ്മുടെ ആക്ടിവിറ്റിയിൽ വേറെ കമ്പോണൻസ് ഒന്നുമില്ല. ഉണ്ടായിരുന്നൊരു ടെക്സ്റ്റ് ഫീൽഡ് ഞാൻ ഡിലീറ്റ് ചെയ്തു.
ഈ പ്രോഗ്രാമിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് പോപ്പപ്പ് മെനുവോ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് മെനുവോ ആഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ബട്ടണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ ആ സമയത്ത് ആഡ് ചെയ്യാം. ഇപ്പോൾ അതിൻ്റെ അകത്ത് ജസ്റ്റ് ടൂൾ ബാറാണ് നമ്മൾ ജസ്റ്റ് ചെയ്യാൻ പറ്റും. ടൂൾ ബാർ മെനു ആണ്, ഓപ്ഷൻ മെനു ആണ്. അതുകൊണ്ട് തന്നെ അതിൽ വേറെ ബട്ടണൊന്നും ഈ ആക്ടിവിറ്റിയുടെ ഉള്ളിൽ വേറെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ ലോഡായി കഴിഞ്ഞു ശരിക്കും. പക്ഷേ ടൈറ്റിൽ ബാർ അങ്ങനെ ഒരു സംഭവം ഇല്ല, ആക്ഷൻ ബാർ അവിടെ വന്നിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടേതായ ഒരു ആക്ഷൻ ബാർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. ഓക്കെ, അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് കമ്പോണൻ്റ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ടെക്സ്റ്റ് വ്യൂ ഒക്കെ ആഡ് ചെയ്യുന്ന പോലെ ടൂൾ ബാർ എന്ന് ടൈപ്പ് ചെയ്യുക. ടൂൾ ബാർ. അപ്പോൾ ഇതിൽ ടൂൾ ബാർ ചിലപ്പോൾ 2 എണ്ണം കാണിച്ചു തന്നിരിക്കും. ഇവിടെ എവിടെയെങ്കിലും നോക്കിയാൽ കാണാം ടൂൾ ബാർ. അതായത് വിഡ്ജറ്റ് ഡോട്ട് ടൂൾ ബാറും ആപ്പ് കോമ്പാക്റ്റ് ഇല്ലാതെ കാണിക്കും. അതായത് ആപ്പ് കോമ്പാക്റ്റ് ആണ് നമ്മുടെ സപ്പോർട്ടിങ് ലൈബ്രറി. അപ്പോൾ അതിലുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം. അല്ലാത്തതുണ്ടെങ്കിൽ ചിലപ്പോൾ പഴയ വേർഷനിൽ ചിലപ്പോൾ അത്, അല്ലെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് വേർഷനിൽ ചിലപ്പോൾ കിട്ടും. അങ്ങനെ പഴയ വേർഷനിൽ കിട്ടാതെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അവരത് ഞാൻ കണ്ട ട്യൂട്ടോറിയലിലൊക്കെ പറയുന്നത് ഇത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൂൾ ബാർ ആൻഡ്രോയിഡ് എക്സ് ഡോട്ട് ആപ്പ് കോമ്പാറ്റ് ഡോട്ട് വിഡ്ജറ്റ് ഡോട്ട് ടൂൾ ബാർ, ആപ്പ് കോമ്പാറ്റ് എന്നുള്ളതിനകത്ത് വരുന്ന ടൂൾ ബാർ വേണം എടുക്കാനെന്ന് അർത്ഥം. അതിൻ്റെ വിഡ്ത്ത് മാച്ച് പാരൻറ്റും ഹൈറ്റ് ഞാൻ പറഞ്ഞു, ഹൈറ്റായിട്ട് കൊടുക്കേണ്ടത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ആട്രിബ്യൂട്ട് സ്ലാഷ് അതിൻ്റെ അകത്ത് ആപ്പ് ബാർ സൈസ് ആപ്പ് ബാർ എന്നാണോ ആക്ഷൻ ബാർ എന്നാണോ എന്നുള്ളത് ഓർമ്മയില്ല. ഓക്കെ, ആക്ഷൻ ബാർ സൈസ് ഒന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങളോട് സെറ്റ് ചെയ്യാനുണ്ട്. ഒന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും നമ്മൾ പഴയ ഇതിലെടുത്ത് നോക്കിയാൽ കാണാം. ഓൾറെഡി ഞാൻ നേരത്തെ ചെയ്തത് ഇവിടെ കിടപ്പുണ്ട്. എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനത് കളയാതിരുന്നത്. ഡെമോ 2. ഓക്കെ, ഇതിൻ്റെ അകത്ത് മാച്ച് പാരൻ്റ് ആക്ഷൻ ബാർ സൈസ് കൊടുത്തു. ഈ 2 കാര്യം, ബാക്ക്ഗ്രൗണ്ട് കളർ പ്രൈമറി എന്ന് കൊടുക്കണം. തീം എന്നുള്ളത് ആക്ഷൻ ബാറിൻ്റെ തീമും സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് 2 കൊടുക്കാം. ഇത് ഞാൻ ഇവിടുന്ന് കോപ്പി എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് തീം അവിടെ വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ബാക്കി ടൈറ്റിൽ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക പ്രോഗ്രാം വഴിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കൊണ്ടുവരണം? ടൈറ്റിൽ വരണം, ആ 2 ഐക്കണും ആ ഒരു മെനുവും അവിടെ വരണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് പഴയ ഇതിലുള്ള ആ ഒരു കോഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും ചെയ്യാനുള്ളത്. ഇവിടെ പോയാൽ മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ടൈറ്റിൽ നമുക്ക് ഇതുപോലെ സെറ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ ടൂൾ ബാറിനെ നമുക്ക് മെയിൻ ആക്ടിവിറ്റിയുടെ അകത്ത് ആക്സസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇപ്പോഴും ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് കാണിക്കാം. ഇതിവിടെ വന്നല്ലോ, ഈ ഡിസൈൻ്റെ അകത്ത് ഇവിടെ വന്നു. ഇത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കുമ്പോൾ ഈ ടൂൾ ബാർ എന്നുള്ള കമ്പോണൻ്റ് വ്യൂ നമ്മളിവിടെ ആഡ് ചെയ്തു. കമ്പോണൻ്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്തു. അത് സെലക്ട് ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് എക്സ് ഡോട്ട് ആപ്പ് കോമ്പാറ്റ് ഡോട്ട് വിഡ്ജറ്റ് ഡോട്ട് ടൂൾ ബാർ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ വിഡ്ത്ത് ഹൈറ്റ് എന്നുള്ളത് ആക്ഷൻ ബാർ സൈസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് സാധാരണ ഡീഫോൾട്ട് ആയിട്ടുള്ള സൈസ് കിട്ടും. ബാക്ക്ഗ്രൗണ്ടിൽ കളർ പ്രൈമറി എന്ന് കൊടുക്കുക. എന്താണെന്ന് ഞാൻ പറഞ്ഞു, പ്രൈമറി കളർ വേണം അത് വരാനായിട്ട്. ഈ സ്റ്റാറ്റസ് ബാറിൻ്റെ കളർ കണ്ടോ? സ്റ്റാറ്റസ് ബാർ കുറച്ചുകൂടി ഡാർക്കാണ്. പ്രൈമറി കളർ ഡാർക്ക് എന്നാണ് അത് എടുക്കുക. അപ്പോൾ നമ്മളിവിടെയും പ്രൈമറി കളർ ഡാർക്ക് എന്ന് കൊടുത്താൽ ഇത് രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട്. അപ്പോൾ കളർ പ്രൈമറിയിൽ നിന്ന് തന്നെ കൊടുക്കുക. ഒരു തീമും ആക്ഷൻ ബാറിൻ്റെ ഒരു തീമും, ഈ തീമൊക്കെ നമുക്ക് മാറ്റി നോക്കാം. തീമൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിലെന്താണ്? ഒന്നും വന്നിട്ടില്ല അല്ലേ? ഈ ടൈറ്റിലും കാര്യങ്ങളൊന്നും
വന്നിട്ടില്ല. ജസ്റ്റ് നമ്മൾ ഡിസൈനിൽ ആഡ് ചെയ്ത സംഭവം മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ അകത്ത് വേറെ മെനുവിൻ്റെ ഇതിൻ്റെ പേരോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇനി ഞാനിത് ജസ്റ്റ് നമ്മൾ അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ആക്ടിവിറ്റിയിൽ ടൂൾ ബാർ നമുക്ക് ആക്സസ് ചെയ്തിട്ട് അതിന് നമ്മുടെ ആക്ഷൻ ബാറായിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ടൂൾ ബാറിന് ഇവിടെ ഒരു ID വേണം അല്ലേ? ടൂൾ ബാറിന് നമ്മൾ ID കൊടുത്തില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ID കൊടുക്കുകയാണ്. ID മൈ ടൂൾ ബാർ, അതിൻ്റെ പേര് മൈ ടൂൾ ബാർ എന്ന് കൊടുക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ സാധാരണ ബട്ടണൊക്കെ എങ്ങനെയാണ് മെയിൻ ആക്ടിവിറ്റിയിൽ എടുക്കുക അതുപോലെ ഇവിടെ അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. ഒബ്ജക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം അതിൻ്റെ എന്ത് വേണം? ഡാറ്റ ടൈപ്പ് ആദ്യം അടിക്കുക. ടൂൾ ബാർ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെയും രണ്ടെണ്ണം കാണിക്കും. ടൂൾ ബാർ ഡോട്ട് വിഡ്ജറ്റും ഉണ്ട്, ആൻഡ്രോയിഡ് എക്സ് ഡോട്ട് ആപ്പ് കോമ്പാറ്റ് ഡോട്ട് വിഡ്ജറ്റും. നമ്മൾ ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്, രണ്ടാമത്തത്. ഓക്കെ, മറ്റേത് ചില വേർഷനിൽ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുക. കാരണം അത് തന്നെയാണ് നമ്മളവിടെ കമ്പോണൻ്റ് ആയിട്ട് XML സെലക്ട് ചെയ്ത് വെച്ചത്. ആപ്പ് ബാർ ഡോട്ട് വിഡ്ജറ്റ് എന്നുള്ളത് അതിൻ്റെ അകത്തു നിന്നുള്ളതാണ് നമ്മൾ എടുത്തത്. ഡയറക്റ്റ് വിഡ്ജറ്റ് എന്നുള്ളതല്ല എടുത്തത്. ടൂൾ ബാറിൻ്റെ ഒബ്ജക്റ്റ് ഞാൻ അതിന് ടി ബാർ എന്ന് പേര് കൊടുത്തു. ഈക്വൽ ടു ടൂൾ ബാർ ക്യാപിറ്റൽ T കൊടുക്കണം. നമ്മൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത്. നമ്മൾ ബട്ടൺ ആണെങ്കിൽ ഫ്രണ്ടിൽ ബട്ടൺ എഴുതണമെന്ന് പറഞ്ഞു. ഫൈൻഡ് വ്യൂ ബൈ ID ആണ് ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് വ്യൂ ബൈ ID ഏതാണ്? r.id. അവിടെ നമ്മൾ കൊടുത്ത പേരെന്താ? മൈ ടൂൾ ബാർ. സെലക്ട് ചെയ്യാം. ടൂൾ ബാർ ഒബ്ജക്റ്റ് വന്നു. ടൂൾ ബാർ ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഇനി ഇതിന് നമ്മുടെ ഈ ആക്ടിവിറ്റിയുടെ ആക്ഷൻ ബാറായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുക സെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ. അങ്ങനെ ഈ മെത്തേഡ് യൂസ് ചെയ്യുക. സെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ എന്ന് പറഞ്ഞിട്ട് ഈ ഒബ്ജക്റ്റിനെ അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്താൽ എന്താണ് റിസൾട്ട് വരിക എന്നുള്ളത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. പഴയ അത്രയും ടൈം എടുക്കില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ ഓരോ തവണയും ചേഞ്ച് വരുത്തി നമ്മൾ റൺ ചെയ്യുമ്പോൾ അത്രയധികം ടൈം എടുക്കില്ല. ഓക്കെ, നമ്മളതിനെ സപ്പോർട്ട് ആക്ഷൻ ബാറായിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ എന്ത് വന്നു? ടൂൾ ബാർ മെനു ഡെമോ 2 ഈ അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര് ഇവിടെ ഡിസ്പ്ലേയിൽ വന്നു. ഇനി നമുക്ക് ഇതല്ല വേണ്ടത്. നമുക്ക് വേറൊരു ടൈം, നമുക്ക് കുറച്ചുകൂടെ ഇതിപ്പോൾ സ്പേസ് ഒന്നും ഇല്ല. ആകെക്കൂടി നമ്മൾ പ്രൊജക്റ്റിന് പേര് കൊടുക്കുന്നതിനൊരു നിയമമുണ്ട്, അതനുസരിച്ച് കൊടുത്ത പേരാണ്. നമ്മളത് മാറ്റിയിട്ട് നമുക്ക് സ്വന്തമായിട്ട് നല്ലൊരു ടൈറ്റിൽ സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ടൂൾ ബാർ ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, ടി ബാർ ഡോട്ട് സെറ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ടൈറ്റിൽ പറഞ്ഞു കൊടുക്കുക. മൈ ടൂൾ ബാർ മെനു. ടൂൾ ബാറും മെനുവും വെച്ചുള്ള എക്സാമ്പിളാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേര് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ ആ ടൈറ്റിൽ അവിടെ മാറിയിട്ടുണ്ടാവും. നേരത്തെ ഈ പ്രൊജക്റ്റിൻ്റെ പേരായിരുന്നു ടൈറ്റിലായിട്ട് വന്നത്. ഇനി അത് മൈ ടൂൾ ബാർ മെനു എന്ന് അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, സോറി അത് വന്നില്ല, എന്താ പ്രശ്നമുണ്ട്. ഓക്കെ, ഞാൻ നോക്കട്ടെ അത് വേറെ എന്തോ ഒരു പ്രശ്നമായിട്ടാണ് വരാത്തത്. പഴയതിൽ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കട്ടെ. ഓ, ഇങ്ങനെ ചെയ്യണം. ടി ബാർന്നും പോരാ, ഇതിൻ്റെ ആക്ഷൻ ബാർ ഗെറ്റ് ചെയ്തിട്ട് വേണം. ആക്ഷൻ ബാറിൻ്റെ ടൈറ്റിൽ, അതായത് നമ്മുടെ ഈ ആക്ടിവിറ്റിയുടെ ആക്ഷൻ ബാറിൻ്റെ ടൈറ്റിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഈ ടി ബാർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ അല്ല. ടി ബാർ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആക്ഷൻ ബാറാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ആ ആക്ഷൻ ബാറിൻ്റെ ടൈറ്റിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഗെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുക, അതിൻ്റെ ടൈറ്റിൽ സെറ്റ് ചെയ്യുക. ഗെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ എന്ന് പറഞ്ഞാൽ നമുക്കതൊരു ആക്ഷൻ ബാറിൻ്റെ ഒരു ഒബ്ജക്റ്റ് കിട്ടും. ആ ഒബ്ജക്റ്റിനകത്ത് സെറ്റ് ടൈറ്റിൽ എന്നുള്ള മെത്തേഡ് വഴി ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ
ടി ബാർ എന്നുള്ളതല്ല വേണ്ടത്, എന്താണ്, ഗെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ ഡോട്ട് സെറ്റ് ടൈറ്റിൽ. അതായത് ഈ ആക്ടിവിറ്റിയുടെ സപ്പോർട്ട് ആക്ഷൻ ബാർ ഗെറ്റ് ചെയ്യുക, അതിൻ്റെ ടൈറ്റിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ടി ബാർ എന്ന് പറഞ്ഞാൽ ടൂൾ ബാർ ഒബ്ജക്റ്റ് മാത്രമാണ്, അത് വെറുതെ നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷേ ഈ ആക്ടിവിറ്റിയുടെ ആക്ഷൻ ബാറാക്കി അതിനെ മാറ്റാൻ വേണ്ടിയാണ് നമ്മളിത് സെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ എന്ന് പറഞ്ഞാൽ ടൂൾ ബാർ ഒബ്ജക്റ്റ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ സെറ്റ് ചെയ്തുകൊണ്ട് അവിടെ മാറ്റം വരില്ല. നമുക്ക് മാറ്റേണ്ടത് നമ്മുടെ ആക്ഷൻ ബാറിൻ്റെ ടൈറ്റിലാണ്. അപ്പോൾ അത് ആക്ഷൻ ബാർ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ സെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ എന്ന് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഗെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ. ആക്ഷൻ ബാർ ഗെറ്റ് ചെയ്തു, അതിൻ്റെ ടൈറ്റിൽ ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം ഇപ്പോൾ മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കാം. കണ്ട, ഇപ്പോൾ ഇവിടെ മൈ ടൂൾ ബാർ മെനു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ടൈറ്റിലൊക്കെ കറക്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലിനി നമുക്ക് ഈ രണ്ട് ഐക്കൺസ്, ഷെയർ ഐക്കണും സെർച്ച് ഐക്കണും ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് ആ ഓപ്ഷൻ മെനുവും ആഡ് ചെയ്യണം. ഓക്കെ, ഇത്രയാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ രണ്ട് ഐക്കൺ നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ അകത്തേക്ക്, പ്രൊജക്റ്റിൻ്റെ അകത്തേക്ക് കൊണ്ടുവരണം. ഈ ഐക്കൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഐക്കൺസൊക്കെ കിടക്കുന്ന എവിടെയാണ്, ഡ്രോയബിൾ അല്ലേ. ഡ്രോയബിളിൻ്റെ അകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഐക്കണായിട്ട് ഉപയോഗിക്കുന്നത് എടുക്കും, വെറുതെ പിക്ചർ കൊണ്ടുവരുന്ന മാതിരി കൊണ്ടുവന്നാൽ പോരാ, പകരം ന്യൂ വെക്റ്റർ അസറ്റ്, ഇമേജ് അസറ്റ് അല്ല വെക്റ്റർ അസറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഐക്കണുകളുടെ നമുക്ക് ഒരു ഇത് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ക്ലിപ്പാർട്ട് സെലക്ട് ചെയ്യണം. നമുക്ക് ഈ ഐക്കണല്ല വേണ്ടത്, ക്ലിപ്പാർട്ട് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ പ്രത്യേക ഈ വെക്റ്റർ അസറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് സൈസുള്ള ഫോണിൽ പോയാലും അതിനനുസരിച്ച് ആ സൈസ് മാറണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ രീതിയിലുള്ളത് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് വെക്റ്റർ അസറ്റായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ കുറേ ഐക്കൺസ് ഇവിടെ ഡിസ്പ്ലേയിൽ വരും. ഓക്കെ, ഇതിൽ നമുക്ക് തപ്പിപ്പിടിച്ച് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഒന്ന് സെർച്ച് ഐക്കൺ വേണം. ഓക്കെ, സെർച്ച് എന്ന് കൊടുക്കുമ്പോൾ തന്നെ സെർച്ച് ഐക്കൺ, പല ടൈപ്പിലുള്ള സെർച്ച് ഐക്കൺ കാണിക്കുന്നുണ്ട്. നമുക്ക് വേണ്ട ഇതാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ ഇതൊന്ന് ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ ആ എഴുതി കാണിച്ചത് കാണാം, നീല ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ലെറ്ററിലാണ് എഴുതി കാണിച്ചത്. അത് നമുക്ക് പക്ഷേ അത്ര ഒരു വിസിബിൾ, നമുക്ക് ഈ ഐക്കണൊക്കെ വൈറ്റ് കളറിൽ കാണിക്കണമെന്ന് വിചാരിക്കും. ഇതിപ്പോൾ ബ്ലാക്ക് കളറാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കളറൊന്ന് മാറ്റി കൊടുക്കുക. ഈ കളറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കളർ മാറ്റാം. കളറിന് നമുക്ക് ഏതെങ്കിലും വൈറ്റ് ആണെങ്കിൽ എങ്ങനെയാണ് എഫ് ആണ് കൊടുക്കേണ്ടത് ഹെക്സിന് ഇവിടെ അല്ലേ. ഒന്നുകിൽ അങ്ങനെ കൊടുക്കാം, കണ്ടോ. അപ്പോൾ ഇവിടെ ഫുള്ള് വൈറ്റായി. അല്ലെങ്കിൽ കളർ പിക്കർ വഴി നിങ്ങൾക്ക് വേറൊരു കളർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും, ഇപ്പോൾ ഇതിൽ നിന്ന് ഈ മഞ്ഞ കളർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഐക്കൺ ഈ കളറായി. കളർ പിക്കർ വഴി നമുക്ക് വേണ്ട ഐക്കൺ അത് എടുക്കാം. അപ്പോൾ തൽക്കാലം ഞാൻ വെള്ളയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡും ഗ്രീനും ബ്ലൂവും എല്ലാം ഫുൾ 255 ആകുമ്പോഴാണ് എഫ് എല്ലാം ആകുമ്പോഴാണ് നമുക്കത് വൈറ്റ് കളർ എന്നുള്ളത് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ അത് വൈറ്റ് ആക്കി. ഇനി നെക്സ്റ്റ് അടിക്കുക. അല്ല, ഇതിനൊരു നമുക്ക് പേരൊന്ന് മാറ്റിയേക്കാം. ഇത്രയും വലിയ പേരൊന്നും വേണ്ട നമുക്ക്. IC ഇപ്പോൾ എന്ത് ഐക്കണാണ്, സെർച്ച് ഐക്കൺ. അപ്പോൾ ഞാനതിന് ഐക്കൺ സെർച്ച്, IC സെർച്ച് എന്ന് പേര് കൊടുത്തു. നെക്സ്റ്റ് അടിച്ചു. ഓക്കെ, അത് ഫിനിഷ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ രണ്ടെണ്ണം കൂടാതെ IC സെർച്ച് എന്നുള്ള ഡ്രോയബിളിൻ്റെ അകത്തൊരു ഐക്കൺ വന്നു. അതുപോലെ തന്നെ അടുത്ത ഐക്കൺ നമുക്ക് ആഡ് ചെയ്യണം. ഇപ്പോൾ ഡ്രോയബിളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. ന്യൂ വെക്റ്റർ അസറ്റ്. നമുക്ക് അടുത്ത വേണ്ടത് ഷെയർ ഐക്കണാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഷെയർ എന്ന് അടിച്ചു കൊടുക്കാം. ഷെയർ എന്ന് അടിക്കുമ്പോൾ പല ടൈപ്പ് ഷെയറിങ് വരുന്നുണ്ട്, ഫോർവേഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഈ ഷെയറാണ് എടുക്കുന്നത്. ഓക്കെ, എടുക്കുക. ഇത് ഓൾറെഡി വൈറ്റ് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ വരുന്നത് വൈറ്റാണ്. നമുക്ക് കളർ മാറ്റണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മാറ്റുക. നെക്സ്റ്റ്, സോറി അതിന് പേര് മാറ്റിയില്ല, ബാക്ക് അടിച്ചിട്ട് ഞാൻ ഷെയർ എന്ന് കൊടുക്കുകയാണ്. ഐക്കൺ സെർച്ചും ഐക്കൺ ഇത് ഷെയറും, IC ഷെയർ. നെക്സ്റ്റ് അടിക്കുക, ഫിനിഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഇവിടെ
വന്നു കഴിഞ്ഞു. ഇനി നമുക്കിത് ഉപയോഗിച്ച് മെനു ആണ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ഓപ്ഷൻ മെനു. ഓപ്ഷൻ മെനു എങ്ങനെയാണ് നിങ്ങൾ കണ്ടാൽ 3 ഡോട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന മെനു ആണ് ഓപ്ഷൻ മെനു. കോണ്ടെക്സ്റ്റ് മെനു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആക്ടിവിറ്റിയുടെ അകത്തുള്ള ഏതെങ്കിലും കമ്പോണൻറ്റിൽ, വ്യൂ കമ്പോണൻറ്റിൽ ലോങ് പ്രസ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, ഓപ്ഷൻ മെനു അല്ല, അത് ഓപ്ഷൻ മെനു വരുന്നത്. ഓപ്ഷൻ മെനു അല്ല, കോണ്ടെക്സ്റ്റ് മെനു വരുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ബട്ടണോ അങ്ങനെയുള്ള കമ്പോണൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വരുന്ന മെനുവിനെ നമ്മൾ പോപ്പപ്പ് മെനു എന്ന് പറയും. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഓപ്ഷൻ മെനു എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അതുപോലെ അപ്പോൾ മെനു ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ആദ്യം മെനു ഡിസൈൻ ചെയ്യുന്ന ഒരു XML ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ XML ഇരിക്കുന്നത് റിസോഴ്സിൽ എവിടെയാണ്, ലേ ഔട്ടിൽ അല്ലേ. ലേ ഔട്ടിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ലേ ഔട്ട് റിസോഴ്സ് ഫയൽ എന്ന് പറയാം. ഓക്കെ, ലേ ഔട്ട് റിസോഴ്സ് ഫയൽ. അപ്പോൾ ഇതിൽ ഫയൽ നെയിം മൈ മെനു പേര് കൊടുക്കുക. ഇത് പേര് കൊടുക്കുമ്പോൾ എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കണം. XML ഫയൽ അങ്ങനെയാണ്. മൈ മെനു എന്ന് പേര് കൊടുക്കുക. ഇനി ഇതിൻ്റെ റൂട്ട് എലമെൻറ്റ്, സോഴ്സ് സെറ്റ് ഇതൊക്കെ ഉണ്ട്. ഇതിൽ എന്തോ ചെറിയ പ്രശ്നം പറ്റിയുണ്ട്. ഒരു സെക്കൻഡ് ഒന്നുകൂടെ നോക്കട്ടെ. ലേ ഔട്ടിലല്ല, റിസോഴ്സിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സോറി, ഞാൻ തെറ്റിപ്പോയി. ലേ ഔട്ടിലാണെങ്കിൽ ആക്ടിവിറ്റിയുടെ ലേ ഔട്ട് ഫയലാണ് മാത്രമേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. റിസോഴ്സിൽ ന്യൂ ആൻഡ്രോയിഡ് റിസോഴ്സ് ഫയൽ. ഓക്കെ, മറ്റേത് ലേ ഔട്ട് റിസോഴ്സ് ഫയൽ എന്നാണ് വന്നത്, ആൻഡ്രോയിഡ് റിസോഴ്സ് ഫയൽ. ഇവിടെ ഞാൻ മൈ മെനു കൊടുത്തു. റിസോഴ്സ് ടൈപ്പ്, ഇനി ഇതിലാണ് നമ്മൾ മെനു എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. റിസോഴ്സ് ടൈപ്പ് മെനു. ഇങ്ങനെ ചെയ്യുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു XML ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് ഈ റിസോഴ്സിൻ്റെ അകത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് വരും. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് മെനു എന്നുള്ള പേരിൽ ഫോൾഡർ ആക്കിയിട്ട് അതിൽ കൊണ്ടുപോയി ഈ XML ഫയൽ ഇട്ടാലേ നമുക്ക് മെനു ആയിട്ട് അതിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ റിസോഴ്സ് ടൈപ്പ് മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റൂട്ട് എലമെൻ്റായിട്ട് മെനു വന്നോളും. ഓൾറെഡി മെനു വരെ അതിൻ്റെ ഐറ്റംസ് മാത്രം. മെനു ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. മെനു എന്ന് പറഞ്ഞിട്ട് ടാഗ് ഉപയോഗിച്ചിട്ട് മെനു, അതിൻ്റെ അത് ഓരോ ഐറ്റം സ്ലാഷ് ഐറ്റം, അങ്ങനെയാണ് നമ്മൾ ഓരോ ഐറ്റവും ക്രിയേറ്റ് ചെയ്യുന്ന ടാഗുകൾ അല്ലേ. അതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടൈപ്പ് മെനു എന്ന് പറയുക. ഓക്കെ അടിക്കുക. ഡയറക്ടറി നെയിം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നു, കണ്ടോ, മെനു എന്ന് വന്നു. നമ്മൾ വേറെ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ മെനു എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറി ഇല്ല, ശ്രദ്ധിക്കുക. ഈ റിസോഴ്സിനകത്ത് ഡ്രോയബിൾ, ലേഔട്ടും, മിപ്മാപ്പ്, വാല്യൂസും മാത്രമേ ഉള്ളൂ, മെനു ഇല്ല. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് അവിടെ വരും. ഓക്കെ, അപ്പോൾ മെനു എന്ന് പറഞ്ഞ ഡയറക്ടറി ഫോൾഡർ വന്നു. അതിൻ്റെ അകത്ത് മൈ മെനു .xml ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കോഡ് എടുക്കുക. മെനു എന്നുള്ള ടാഗ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് വേണം നമ്മുടെ ഐറ്റംസ് ആഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഞാൻ ആ മെനു ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചത് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം. അവിടെ നിന്ന് അത് കോപ്പി ചെയ്യുന്നതായിരിക്കും നമുക്ക് എളുപ്പം. ഓക്കെ, ഇതിൽ ആദ്യം ഈ 2 ഐറ്റംസ് ഷെയറും, അല്ലെങ്കിൽ വേണ്ട ഒരെണ്ണം മാത്രം എടുക്കാം. ജസ്റ്റ് അത് ആദ്യത്തെ ഐറ്റം നമ്മൾ സെർച്ച് എന്നുള്ള ഐറ്റമാണ്. ഓക്കെ, സെർച്ച് എന്നുള്ള ഐറ്റം നമ്മൾ അതിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ അതിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്താണ്. ഇതിപ്പോൾ ഈ സെർച്ച് ഇവിടെ കാണിച്ചിരിക്കുന്ന നമുക്ക് താഴെ മെനു ആയിട്ടാണ്. ഇവിടെ ഓൾറെഡി ഡിസൈൻ വരുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ താഴെ മെനു വരുന്ന പോലെ സെർച്ച് എന്ന് കാണിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഷോ ആസ് ആക്ഷൻ എന്നുള്ളത് ഇപ്പോൾ എടുത്തിട്ടില്ല. അത് നമുക്ക് അത് കളയാം. ഇനി ഇതിൻ്റെ ഐക്കൺ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് Android:icon എന്നുള്ള ഈ സെർച്ച് എന്നുള്ളതാണ് മെനുവിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്ന പേര്. ഓക്കെ, അത് അത്രയും മനസ്സിലാക്കുക. എന്നാൽ ടൈറ്റിൽ എന്നുള്ളത് അത് നമ്മൾ എന്ത് കൊടുത്താലും അതവിടെ ഡിസ്പ്ലേ വരും. ഇനി ഇതിനൊരു ഐക്കൺ കാണിക്കണമെങ്കിൽ ഐക്കൺ ഞാനെടുത്ത് drawable/IC സെർച്ച് എന്നാണ് ഞാനിവിടെ ഡ്രോയബിൾ ഐക്കണ് നമ്മൾ പേര് കൊടുത്ത്. IC സെർച്ചും IC ഷെയറുമാണ്. IC സെർച്ച് എടുത്തു. ഇനി ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്, ഷോ ആസ് ആക്ഷൻ. അതായത് ഷോ ആസ് ആക്ഷൻ
ഐക്കണായിട്ട് നമ്മുടെ ടൂൾ ബാറിൽ അത് കാണിക്കണമോ, അതായത് ഡയറക്റ്റായിട്ട് ടൂൾ ബാറിൽ ഐക്കൺ കാണിക്കണോ, അതോ ഈ പറഞ്ഞ ഓപ്ഷൻ മെനുവിൻ്റെ അകത്ത് മതിയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതെങ്ങനെ, നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവിടെ ഐക്കണായിട്ട് കാണിക്കില്ല. നമ്മുടെ ഇതിൽ ഓപ്ഷൻ മെനുവിൽ ആ 3 ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമേ സെർച്ച് എന്നുള്ള ഇത് കാണിക്കുകയുള്ളൂ. ഇഫ് റൂം എന്ന് പറഞ്ഞാൽ സ്ഥലമുണ്ടെങ്കിൽ, അതായത് ഈ ടൈറ്റിൽ ബാറിന് ആകെ എത്ര സ്പേസല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 5-6 ഐക്കണും 10 ഐക്കണൊക്കെ അവിടെ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ഇഫ് റൂം എന്ന് പറഞ്ഞാൽ സ്പേസ് ഉണ്ടെങ്കിൽ കാണിക്കും, അല്ലെങ്കിലും മെനുവിൽ അത് ഉണ്ടാവും, ഓപ്ഷൻ മെനുവിൽ അത് ഉണ്ടാവും, താഴെ ഉണ്ടാവും. ഓൾവേസ് പറഞ്ഞാൽ എന്തായാലും ഇത് കാണിക്കണം, അവിടെ കാണിക്കണം എന്നുള്ളതാണ്. കൊളാപ്സ് ആക്ഷൻ വ്യൂ, ഇത് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സെർച്ച് ഞാൻ പറഞ്ഞു, സെർച്ച് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ആക്ഷൻ ബാറിൽ തന്നെ സെർച്ച് ചെയ്യാനുള്ള ഇത് ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്ക്രീൻ അവിടെ വരണം. ഞാൻ പറഞ്ഞു അതിലൊരു ബാക്ക് ബട്ടൺ ഉണ്ടാവും, ബാക്ക് ബട്ടൺ അടിച്ചാൽ തിരിച്ച് വീണ്ടും പഴയതുപോലെ പോകും. അപ്പോൾ ആ രീതിയിൽ അത് വർക്ക് ചെയ്യണമെങ്കിലാണ് കൊളാപ്സ് ആക്ഷൻ വ്യൂ എന്ന് പറഞ്ഞ് കിടക്കുക. ഓക്കെ. അപ്പോൾ വിത്ത് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഐക്കൺ കാണിക്കുന്നുണ്ടാവും, ഐക്കണിൻ്റെ ഒപ്പം ടെക്സ്റ്റ് കൂടി കാണിക്കണം, രണ്ടും കൂടെ ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതാണെങ്കിൽ വിത്ത് ടെക്സ്റ്റ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം എവിടെയാണെങ്കിലും. ഓക്കെ. അപ്പോൾ ഇഫ് റൂം ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇഫ് റൂം എന്ന് പറഞ്ഞാൽ അതിവിടെ വന്നതാ, ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇഫ് റൂം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. ടൂൾ ബാറിൽ സ്ഥലമുള്ളതുകൊണ്ട് അതവിടെ വന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞാൽ ഇത് ഓക്കെ ആയി. ഇതിനൊരു ID ഞാൻ കൊടുത്തു, കാരണം ID നമുക്ക് ആവശ്യമുണ്ട്. എന്താണ്, ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആക്ഷൻ ചെയ്യണമല്ലോ, അതിനുവേണ്ടി നമുക്ക് കോഡിൽ ഇതിനെ ആക്സസ് ചെയ്യണം. ഈ ഓരോ മെനു ഐറ്റത്തിനെ നമുക്ക് കോഡിൽ ആക്സസ് ചെയ്യണം. അപ്പോൾ ഈ ഐറ്റം ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു. ഇനി അടുത്ത ഐറ്റം ID. ഞാൻ മെനു ഷെയർ എന്നുള്ളതാണ് അടുത്ത ഐറ്റം. എം ഷെയർ എന്ന് പേര് കൊടുത്തു. ഓക്കെ. അടുത്തത് അതിൻ്റെ ഐക്കൺ. ശരിക്കും താഴെ ടൈപ്പ് ചെയ്യാം, അതായിരിക്കും നല്ലത്, കാണാൻ ഭംഗിയതായിരിക്കും. ഐക്കൺ ഏതാണ്? ഐക്കൺ നമ്മൾ കൊടുക്കുന്ന @drawable, അതിലേതാണ് IC ഷെയർ അല്ലേ, IC ഷെയർ. അടുത്തു ഇനി ഷോ ആസ് ആക്ഷൻ. ഇതും നമുക്ക് എവിടെ കാണിക്കണം? ടൂൾ ബാറിൽ മുകളിൽ കാണിക്കണം. അപ്പോൾ ഇഫ് റൂം എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്തു. ഇനി ടൈറ്റിൽ ഇപ്പോഴും നമ്മൾ കൊടുത്തില്ല. അപ്പോൾ ടൈറ്റിൽ എന്താണ്? ഷെയർ, SHAR. ഓക്കെ. ക്ലോസ് ചെയ്യുക. ആ ഐറ്റവും ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ കാണിക്കാനല്ല, ടൈറ്റിൽ ബാറിൽ കാണിക്കാനല്ല, താഴെ നമുക്ക് 3 മെനു ഐറ്റംസ് കാണിക്കണം. ഓക്കെ. നമ്മൾ പഴയതിൽ കണ്ടു, അത് ഒരു ഫയൽ എന്ന് പറഞ്ഞൊരു സബ് മെനു, അതിൻ്റെ അകത്ത് വീണ്ടും 2 ഐറ്റംസ് ഉണ്ട്, ന്യൂ, സേവ്, ക്ലോസ്, അങ്ങനെ 3 ഐറ്റംസ് അതിൻ്റെ അകത്തുണ്ട്. അതല്ലാതെ താഴെ എബൌട്ടും എക്സിറ്റും അല്ലെങ്കിൽ ക്വിറ്റും, ഇത്രയാണ് നമ്മൾ മെനുവിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മൾ അടുത്ത ഐറ്റമായിട്ട് നമ്മൾ കൊടുക്കുന്നത്, അടുത്ത ഐറ്റം ഞാൻ അതിൽ നിന്ന് പഴയ കോഡ് എടുക്കാം. ഫയലിനുള്ള മെനു. ഫയലിനുള്ളതിനകത്ത് ഫയൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു, അതൊരു സബ് മെനു ആയിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് ഈ ഐറ്റം ക്ലോസ് ചെയ്യുന്നതിന്, ഇവിടെ എല്ലാം നമ്മൾ ഐറ്റം ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്യുന്നതിന് ഇവിടെ സ്ലാഷ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഫയലിനുള്ള ഈ ഐറ്റത്തിൽ ക്ലോസിങ്ങിന് സ്ലാഷ് ഇല്ല. അത് ക്ലോസ് ചെയ്യുന്നത് എവിടെയാണ്? ഈ സ്ലാഷ് ഐറ്റം എന്ന് സെപ്പറേറ്റ് ടാഗ് കൊടുത്ത് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഉള്ളിലൊന്നും വരാനില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇവിടെ തന്നെ സ്ലാഷ് ഇട്ടിട്ട് ക്ലോസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ അകത്ത് വേറെ സബ് മെനു വരാനുള്ളത് കൊണ്ട് ഇതിവിടെ ക്ലോസ് ചെയ്തില്ല. അതിൻ്റെ ഓപ്പണിംഗ് ടാഗ് മാത്രമേ നമ്മളിവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ക്ലോസിങ് ടാഗ് ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വീണ്ടും മെനു എന്ന് പറഞ്ഞൊരു ഐറ്റം സ്ലാഷ് മെനു, അതിൻ്റെ അകത്ത് ഓരോ ഐറ്റമായിട്ട് നമ്മൾ കൊടുത്തു. ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കാം, ബാക്കി ക്ലോസ് ചെയ്യാം. ID @ID
എസ് ഫയൽ അല്ല എന്താണ് എം ഫയൽ, മെനു ഫയൽ എന്നുള്ള ID ഞാൻ കൊടുത്തു. എല്ലാത്തിനും ആ ഒരു സ്റ്റാൻഡേർഡിലാണ് പേര് കൊടുക്കുന്നത്. ഇനി ഐക്കൺ അല്ലേ, നമുക്ക് ഐക്കൺ ഈ ഫയൽ മെനു ഇനിയുള്ളതിനൊന്നും നമുക്ക് ഐക്കണിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഐക്കൺ എന്നുള്ളത് കൊടുക്കണ്ട. ഇനി ഷോ ആസ് ആക്ഷൻ എന്നുള്ളത് നമുക്ക് ഒരിക്കലും അത് എവിടെ കാണിക്കണ്ട, നമ്മുടെ ടൈറ്റിൽ ബാറിൽ കാണിക്കണ്ട. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നെവർ എന്നുള്ളത് അതിന് സെറ്റ് ചെയ്യുക. ഓക്കെ, നെവർ സെറ്റ് ചെയ്യുക. ടൈറ്റിൽ അതിലെന്താ എഴുതി കാണിക്കേണ്ടതെന്നുള്ളത് ഇപ്പോഴും പറഞ്ഞിട്ടില്ല, അപ്പോൾ നമ്മൾ ടൈറ്റിൽ കൊടുക്കുക. എന്താണ് ഫയൽ മെനു ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാനിവിടെ സ്ലാഷ് ഇടുന്നില്ല, പകരം ഇങ്ങനെയാണ് ക്ലോസ് ചെയ്യുക. അങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ സ്ലാഷ് ഐറ്റം എന്നുള്ളത് താഴെ വരും. ഇതിൻ്റെ അകത്ത് എനിക്കിനി എന്ത് വേണം, ഇതിൻ്റെ അകത്ത് വീണ്ടും ഫയൽ എന്നുള്ളതൊരു സബ് മെനു ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ വേറൊരു മെനു വരണം. അപ്പോൾ അതുകൊണ്ട് വീണ്ടും അതിനകത്ത് എന്ത് മെനു എന്നുള്ള ടാഗ് യൂസ് ചെയ്യുക. മെനുവിൻ്റെ അകത്ത് വീണ്ടും ഇതുപോലെ തന്നെ ഈ ഔട്ടർ മെനുവിൻ്റെ അകത്ത് ഇത്ര ഐറ്റംസ് വരുന്നില്ല, അതുപോലെ തന്നെ ഈ മെനുവിൻ്റെ അകത്ത് അടുത്ത വീണ്ടും ഐറ്റം. ആ മെനുവിൻ്റെ അകത്ത് വരേണ്ട ഐറ്റം എന്താണ്, ഫസ്റ്റ് ന്യൂ അല്ലേ. ഫയൽ മെനുവിൽ സാധാരണ വരുന്നത് ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യാന്നുള്ള ആ ഒരു നമ്മൾ സാധാരണ കാണുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഫയൽ മെനു അടിച്ചു കഴിഞ്ഞാൽ കാണാം ന്യൂ, ഓപ്പൺ, സേവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. നമ്മൾ സാധാരണ ഒരു ഫയൽ മെനു എടുത്താൽ അത് കാണാം. അപ്പോൾ അതുകൊണ്ട് ID ഐറ്റം ID എം ന്യൂ, മെനു ഐറ്റം ന്യൂ എന്നാണ് ഞാൻ ID കൊടുക്കുന്നത്. ഐക്കൺ വേണ്ട, പിന്നെന്ത് വേണം, ഷോ ആസ് ആക്ഷൻ, അതും എന്താണ് നെവർ. എവിടെയാണ് നമ്മൾ ഐക്കൺ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല, പകരം ഫയൽ മെനു. ഇപ്പോൾ ഇവിടെ കാണാം, നമുക്ക് ഡിസൈനൊക്കെ ഇവിടെ കാണാം, ഫയൽ സബ് മെനു ആയി ഓൾറെഡി, ഈ ആരോ അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഐറ്റംസാണ് ഈ പറഞ്ഞ അടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ന്യൂ, പിന്നെ അതിൻ്റെ ടൈറ്റിൽ ന്യൂ എന്നവിടെ ഡിസ്പ്ലേ ചെയ്യണം. ആ ഐറ്റം അവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതുപോലെ എന്തൊക്കെ വേണം, 2 ഐറ്റം കൂടി വേണം, ഓപ്പണും സേവും. ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ഫയൽ ഓപ്പൺ ചെയ്യാൻ, ന്യൂ എന്ന് പറഞ്ഞാൽ പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ, സേവ് എന്ന് പറഞ്ഞാൽ ഫയൽ സേവ് ചെയ്യാൻ. ഇത്രയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഞാൻ ബാക്കി കോഡ് അവിടെ നിന്ന് കോപ്പി അടിക്കുകയാണ്. ഓൾറെഡി ഞാൻ തന്നെ ചെയ്തു വെച്ച ഇത് ചെയ്യുന്നതാണ്. ന്യൂ കഴിഞ്ഞു, അടുത്തത് ഓപ്പൺ ഉണ്ട്, പിന്നെ സേവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ അടുത്ത ഓപ്പൺ എന്നുള്ളത് കൊടുത്തു, അതും നെവറാണ്. ഷോ ആസ് ആക്ഷൻ ബാറിൽ കാണിക്കേണ്ടത്, ഇതും ആക്ഷൻ ബാറിൽ കാണിക്കേണ്ട സേവ്. ഇത്രയും ചെയ്താൽ ആ മെനു സബ് മെനു അവിടെ കഴിഞ്ഞു. ഓക്കെ, ഇപ്പോഴും നമ്മുടെ മെനു ഐറ്റം തീർന്നിട്ടില്ല. ഏത്, ഈ ഐറ്റം കഴിഞ്ഞു, ഫയൽ എന്നുള്ള ഐറ്റം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ അടുത്തത് ഈ ഓപ്ഷൻ മെനുവിൽ വരുന്ന അടുത്ത ഐറ്റം ഞാൻ എബൌട്ട് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും ഐറ്റമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മെനു അല്ല, ഐറ്റം. ID കൊടുക്കുക, @ID എം എബൌട്ട്. ID ഞാൻ എം എബൌട്ട് എന്ന് കൊടുത്തു. ഷോ ആസ് ആക്ഷൻ നെവർ. ടൈറ്റിൽ എബൌട്ട്. നമ്മൾ സാധാരണ ആപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കാണിക്കുന്നത് എബൌട്ട് എന്ന് പറഞ്ഞ മെനുവിലായിരിക്കും, അതുകൊണ്ട് അങ്ങനെ ഒരു മെനു വെച്ചു എന്നേ ഉള്ളൂ. സ്ലാഷ് ആ ഐറ്റം അവിടെ ക്ലോസ് ചെയ്തു. അടുത്ത ഒരു ഐറ്റം കൂടി വേണം, ഇതുപോലെ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ അത് കോപ്പി ചെയ്യാണ്. ഒരേ ഐഡിയ ആയതുകൊണ്ട് ഇപ്പോൾ ഇതിൽ ഇത് കാണിക്കും. ഞാനത് എം എബൌട്ട് എന്നുള്ള ഇനി എബൌട്ട് കഴിഞ്ഞാൽ അടുത്തത് എക്സിറ്റ്. സ്മോൾ ലെറ്റർ മതി, എല്ലാത്തിനും അങ്ങനെ കൊടുത്തത്. ID എക്സിറ്റ് എന്ന് കൊടുത്തു. ഷോ ആസ് ആക്ഷൻ നെവറാണ്. ഡിസ്പ്ലേ ചെയ്യേണ്ട ടൈറ്റിൽ എക്സിറ്റ് എന്നാണ്. ഓക്കെ,
ഇപ്പോൾ ഇത്രയും മെനു ഐറ്റംസ് ഇതാ ഇവിടെ അത് കാണാം. ഫയൽ, എബൌട്ട്, എക്സിറ്റ്, ഇത്രയും മെനു ഐറ്റംസ് ഇവിടെ സൈഡിൽ കാണാം. 2 എണ്ണം നമ്മൾ ഈ റൂം സ്ഥലം ഉണ്ടെങ്കിൽ കാണിക്കാൻ പറഞ്ഞു, അപ്പോൾ അത് 2 അവിടെ വെച്ചു. ഇതിന് സബ് മെനു ഉണ്ട്, അതിവിടെ ക്ലിക്ക് ചെയ്താലേ കാണും. അതിപ്പോൾ കാണില്ല, വർക്ക് ചെയ്യുമ്പോഴേ കാണുള്ളൂ. പിന്നെ എബൌട്ടും എക്സിറ്റും, ഇത്രയും മെനു ഐറ്റംസാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. പക്ഷേ മെനു വരണമെങ്കിൽ എന്ത് വേണം നിങ്ങൾക്കറിയാം. മെനു വരണമെങ്കിൽ ഈ XML ഫയലിനെ എന്താക്കി മാറ്റണം, മെനു ആയിട്ട് മാറ്റണം, ഇൻഫ്ലേറ്റർ അല്ലേ. എന്നാലും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പുതിയ ലേഔട്ട്, മെനു ലേഔട്ടൊക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് കുറച്ച് കൂടി സമയമെടുക്കുന്നത്. നമുക്ക് ഒറ്റ ലേഔട്ട് ഫയലേ ഉണ്ടായിരുന്നുള്ളൂ. മെയിൻ ആക്ടിവിറ്റി ലേഔട്ടേ ഉണ്ടായിരുന്നു. ഇപ്പോൾ മെനുവിൻ്റെ ലേഔട്ടും കൂടി വന്നു, അതാണ് കുറച്ച് സമയമെടുക്കുന്നത്. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴും എന്താണ് നമ്മുടെ പഴയ തന്നെ കാണിക്കുന്നുള്ളൂ. മെനുവോ ഐക്കണോ ഒന്നും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. ഓക്കെ, അത് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻ ആക്ടിവിറ്റിയിൽ നമുക്ക് ഇനിയും കുറച്ചുകൂടെ പണിയുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഓപ്ഷൻ ബാർ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഏത് മെത്തേഡാണ് ഇത് ചെയ്യേണ്ടത്, നമ്മൾ ഓവർ റൈഡ് ചെയ്യേണ്ടത്? നിങ്ങൾ മെനുവിൻ്റെ ഡീറ്റെയിൽസ് പഠിച്ചിട്ടുണ്ട്. ഓൺ ഓപ്ഷൻ ഐറ്റം, ഓൺ ക്രിയേറ്റ് ഓപ്ഷൻ മെനു അല്ലേ. ഓപ്ഷൻ മെനു ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ഓപ്ഷൻ മെനു. അപ്പോൾ ഇവിടെ നമുക്ക് ബൈ ഡീഫോൾട്ടായിട്ടുള്ള അതിൻ്റെ ഒരു ഫംഗ്ഷൻ വരുന്നത്. നമ്മൾ അതിനെ ഓവർ റൈഡ് ചെയ്യണം. കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച XML ഫയലിൽ നിന്ന് നമുക്കൊരു മെനു ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ക്രിയേറ്റ് ഓപ്ഷൻ മെനു എന്നുള്ളതാണ് ഇതിൻ്റെ തുടക്കത്തിൽ ആക്ടിവിറ്റി വരുമ്പോൾ വർക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ. അതിൻ്റെ അകത്ത് ഈ മെനു ഇൻഫ്ലേറ്റ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ മെനു അവിടെ വരുള്ളൂ. ഇപ്പോൾ ഉള്ളത് ഇങ്ങനെയാണ്, അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ചൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ഇതങ്ങോട്ട് കളയുകയാണ്. ഈ റിട്ടേൺ എന്നുള്ളത് ഇത്രയും എടുത്ത് കളഞ്ഞിട്ട് ട്രൂ എന്നാക്കുക. ഒരു ബൂളിയൻ വാല്യൂ റിട്ടേൺ ചെയ്യണം. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് വർക്ക് ചെയ്താൽ ട്രൂ റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മളത് ഓൾറെഡി ട്രൂ ആക്കി വെച്ചു. ഓക്കെ, നമ്മുടേതായ ഓവർ റൈഡ് ചെയ്തതാണല്ലോ. അതിൻ്റെ അകത്ത് നമുക്ക് പിന്നെ സൂപ്പർ ഇതിനെ വിളിക്കേണ്ട കാര്യമില്ല, നമ്മൾ ട്രൂ പറയുക. ഇനി നമുക്ക് വേണ്ടത് മെനു ഇൻഫ്ലേറ്ററിൻ്റെ ഒബ്ജക്റ്റാണ്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ഈ മൈ മെനു .xml ഫയലിനെ എന്താക്കി മാറ്റണം, ഒബ്ജക്റ്റാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ ഇതിൽ ഈ ഓരോ ഐഡിയും വെച്ചിട്ട് നമുക്കതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് മെനു ഇൻഫ്ലേറ്ററിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. മെനു ഇൻഫ്ലേറ്റർ, ഞാനതിന് INF, ഒബ്ജക്റ്റിന് INF എന്ന് പേര് കൊടുത്തു. സാധാരണ കൊടുക്കുക ഇൻഫ്ലേറ്റർ എന്ന് തന്നെ കൊടുക്കും, എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ തൽക്കാലം INF എന്നുള്ള പേരാണ് കൊടുക്കുന്നത്. ഈക്വൽ ടു ന്യൂ അല്ല, ഗെറ്റ് മെനു ഇൻഫ്ലേറ്റർ അല്ലേ. ഗെറ്റ് അങ്ങനെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ഗെറ്റ് മെനു ഇൻഫ്ലേറ്റർ നമ്മുടെ ആക്ടിവിറ്റിയിൽ ഉള്ള ഒരു മെനു ഇൻഫ്ലേറ്ററിനെ ഗെറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് വേണം നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യാം, ഗെറ്റ് മെനു ഇൻഫ്ലേറ്റർ. ഇപ്പോൾ മെനു ഇൻഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ XML നമ്മൾ ലേഔട്ട് ഇൻഫ്ലേറ്ററൊക്കെ കണ്ടു ഓൾറെഡി അല്ലേ. അതുപോലെ മെനു ഇൻഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ XML ഫയലിലുള്ള ഒരു ഡിസൈനിന് വ്യൂ ഒബ്ജക്റ്റായിട്ട് ജാവയുടെ അകത്തൊക്കെ നമുക്ക് ഒബ്ജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ മെനു ഇൻഫ്ലേറ്റേഴ്സ് പൊതുവേ യൂസ് ചെയ്യുക. മെനു ഇൻഫ്ലേറ്റർ മെനു ലേഔട്ടിനെ മെനു ഒബ്ജക്റ്റാക്കി മാറ്റാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിപ്പോൾ ഇൻഫ്ലേറ്ററിൻ്റെ ഒബ്ജക്റ്റ് കിട്ടി. ഈ ഒബ്ജക്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഇൻഫ്ലേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഫ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫംഗ്ഷൻ ഉണ്ട്. അതിൽ ആദ്യം കൊടുക്കേണ്ടത് ഏതാണ് ഇൻഫ്ലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ r. എവിടെയാണ് ലേഔട്ട് ഇരിക്കുന്നത്, മെനു അല്ലേ. മെനുവിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. മെനു എന്ന് പറഞ്ഞ ഫോൾഡറിലാണ്. അതിൻ്റെ പേര് കൊടുത്തത് mymenu.xml എന്നാണ്. ഒരു ഇതും കൂടി കൊടുക്കണം. ഇതെന്താണെന്ന് പറഞ്ഞാൽ മെനു ഒബ്ജക്റ്റ്, ഏത് മെനു ഒബ്ജക്റ്റ് ആയിട്ടാണ് അതിനെ കൺവേർട്ട് ചെയ്യേണ്ടത്. നമ്മളിവിടെ അസൈൻ ചെയ്യുകയല്ല അല്ലേ. മെനു ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അസൈൻ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ പാരാമീറ്റർ ആയിട്ട് കൊടുക്കുന്നത് ഈ മെനുവിൻ്റെ ഒബ്ജക്റ്റ്.
അപ്പോൾ ഈ മെനു ഒബ്ജക്റ്റ് നമുക്ക് കിട്ടുന്നത് ഓൺ ക്രിയേറ്റ് ഓപ്ഷൻസ് മെനുവിൻ്റെ പാരാമീറ്റർ ആയിട്ട് കിട്ടുന്നത് ഒരു മെനു ഒബ്ജക്റ്റാണ്. അതിലേക്ക് വേണം ഈ ഇൻഫ്ലേറ്റ് ചെയ്യുന്നത് ചെയ്യാൻ, എങ്കിൽ മാത്രമേ ആ മെനു എന്തായിട്ട് മാറുള്ളൂ, നമ്മുടെ ഇതിൻ്റെ ഓപ്ഷൻ മെനു ആയിട്ട് അത് മാറുള്ളൂ. ആ ഓപ്ഷൻ മെനു ഒബ്ജക്റ്റിൻ്റെ റെഫറൻസാണ് ഈ കിട്ടുന്നത്. അതിലേക്ക് ഇൻഫ്ലേറ്റ് ചെയ്തതിനെ നമ്മൾ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മെനു അത് കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് ഇതായി നമ്മുടെ ഓപ്ഷൻ മെനു ആയിട്ട് അത് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ മൈ മെനു എന്നുള്ളതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്, ആ ഓപ്ഷൻ മെനുവിൽ ഇവിടെ താഴെ കാണിക്കുന്നത് മാത്രമല്ല, ഇതും രണ്ടും മെനുവിൻ്റെ 2 ഐറ്റംസ് തന്നെയാണ്. അത് പക്ഷേ ഈ ഫ്രോം അവിടെ കാണിക്കാൻ ഷോ ആസ് ആക്ഷൻ ആയിട്ട് കാണിക്കാൻ പറഞ്ഞു. ഇതൊക്കെ ഷോ ആസ് ആക്ഷൻ നെവർ കൊടുത്തപ്പോൾ ഒരിക്കലും ഇവിടെ കാണിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മെനുവിനെ നമ്മളിവിടെ ഇൻഫ്ലേറ്റ് ചെയ്തു. ഓൺ ക്രിയേറ്റ് ഓപ്ഷൻ മെനുവിൽ അതിനെ ഇൻഫ്ലേറ്റ് ചെയ്തു. അത് നമ്മൾ മെനു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇതിലേക്ക് തന്നെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി രണ്ടാമത്തെ പാരാമീറ്റർ മെനു ഒബ്ജക്റ്റ്, ഏത് മെനു ഒബ്ജക്റ്റിലേക്കാണ് അതിനെ മാറ്റേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിലേക്ക് മാറ്റി കൊടുത്താൽ അത് നമ്മുടെ ആക്ടിവിറ്റിയുടെ ഓപ്ഷൻ മെനു ആയിട്ട് മാറും. ഓക്കെ, റിട്ടേൺ ട്രൂ കൊടുക്കുക. നമുക്കിതൊന്ന് റൺ ചെയ്യാം. ഇതിൻ്റെ തിയറി പാർട്ടൊക്കെ നിങ്ങൾ ഞാൻ അയച്ചു തരുന്ന മറ്റ് വീഡിയോസ് യൂട്യൂബ് അതിലവർ PPT ഒക്കെ വെച്ച് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ വെറുതെ റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളത് നോക്കുക, അത് നോക്കി മനസ്സിലാക്കി നോട്ട് എഴുതുക, മനസ്സിലാക്കിയിട്ട് നോട്ട് എഴുതുക. അതിലുള്ള PPT അങ്ങനെ തന്നെ ഓടിച്ച് വരച്ച് നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചിട്ട് കാര്യമില്ല. ആദ്യം അവർ പറയുന്ന മുഴുവൻ കേട്ട് മനസ്സിലാക്കുക, എന്നിട്ട് സ്വന്തമായിട്ട് എഴുതാൻ നോക്കുക. അല്ലെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടെ വെച്ചിട്ട് സ്ലൈഡ് ബൈ സ്ലൈഡായിട്ട് വെച്ചിട്ട് അത് എഴുതുക. അപ്പോൾ തിയറി പാർട്ട് നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. അതിനുവേണ്ടി ഞാനിനി അത് ആ തിയറി തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഇവിടെ നമ്മുടെ ഇത് റൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മൈ ടൂൾ ബാർ മെനു ഓൾറെഡി ടൈറ്റിൽ സെറ്റ് ചെയ്ത് നേരത്തെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ എന്ത് വന്നു, 2 ഐക്കൺ വന്നു, കൂടാതെ ഇവിടെ ഒരു ഓപ്ഷൻ മെനുവിൻ്റെ ഡോട്ടുകൾ വന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഐറ്റംസ് വരുന്നുണ്ട്. 3 ഐറ്റത്തിൽ ഒരെണ്ണം എന്താണ്, ഒരു സബ് മെനു ആണ് ഫയൽ. അതിൽ ക്ലിക്ക് ചെയ്താൽ ഫയൽ എന്നുള്ള ഇത് ഐറ്റം അല്ല, ഫയൽ മെനു ആണെന്ന് കാണിക്കാൻ അതിൻ്റെ ഹെഡിങ് അവിടെ കാണിച്ചു. ഇതിൽ ന്യൂ ഓപ്പൺ സേവ് ശരിയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്താലും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല, എബൌട്ട് ഒന്നും സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ എവിടെ ക്ലിക്ക് ചെയ്താലും ഒന്നുമില്ല. ഇത് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ നമ്മൾ കൊടുത്ത ടെക്സ്റ്റ് അവിടെ കാണാം. നമ്മൾ ഇതിനൊരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലേ, myMenu.xml സെർച്ചും ഷെയറും, അതിന് ടൈറ്റിലായിട്ട് നമ്മൾ സെർച്ച് എന്നും ഇതിൻ്റെ ടൈറ്റിലായിട്ട് ഷെയർ എന്നും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതവിടെ കാണണമെങ്കിൽ നമുക്കിതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് കാണാം, യൂസർക്ക് അത് കാണാം. സെർച്ചാണ്, ഇത് ഷെയറാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ഇവൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതിൽ എവിടെ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് കാണാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, അതിന് വേണ്ടിയിട്ടൊരു ലിസണർ വെച്ചിട്ടാണ് ചെയ്യുക അല്ലേ. പക്ഷേ ഓപ്ഷൻ മെനുവിൻ്റെ കേസിൽ നമ്മൾ സാധാരണ സെപ്പറേറ്റ് ലിസണർ ആഡ് ചെയ്യുകയൊന്നുമല്ല ചെയ്യുക. അതെങ്ങനെയാണ്, അതിന് വേണ്ടി ഒരു ഫംഗ്ഷൻ അല്ലേ ലിസണറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഓൺ ക്രിയേറ്റ് ഓപ്ഷൻ മെനു ആഡ് ചെയ്ത പോലെ തന്നെ വേറൊരു മെത്തേഡ് കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് ഓവർറൈഡ് ചെയ്യാനുണ്ട്. എങ്കിൽ മാത്രമേ ക്ലിക്ക് ഇവൻ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ മെത്തേഡ് ഏതാണ്, നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടത് ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പോൾ പറയാൻ പറ്റും. ഓൺ ഓപ്ഷൻസ് ഐറ്റം സെലക്റ്റഡ്, ഓൺ ഓപ്ഷൻസ് ഐറ്റം സെലക്റ്റഡ്. ഓക്കെ, ഇത് റിട്ടേൺ അവിടെ താഴെ ഇരുന്നോട്ടെ, നമുക്കത് അവസാനം റിട്ടേൺ ചെയ്യേണ്ടി വരും. കാരണം നമ്മളിനി മെനു ഐറ്റം, ഇതിപ്പോൾ ഏത് ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്താലും ആ ഐറ്റത്തിൻ്റെ ഒബ്ജക്റ്റ് നമുക്കിവിടെ പാസ് ചെയ്ത് കിട്ടും. അതായത് സെർച്ച് ഉണ്ട്, ഷെയർ ഉണ്ട്, അത് രണ്ടും ഐക്കണായിട്ട് മുകളിൽ ആക്ഷൻ ബാറിൽ തന്നെ കാണിക്കുന്നുണ്ട്, ആക്ഷൻ ബട്ടൺസ് ആയിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ താഴെ ഓവർഫ്ലോ മെനു എന്നാണ് അതിനെ പറയുക. ഇതെല്ലാം ചേർന്നാണ് ഓപ്ഷൻ മെനു, അതായത് ഐക്കണായിട്ട് കാണിക്കുന്നതും താഴെ ഇതിൽ കാണിക്കുന്നതും എല്ലാം ചേർന്നാണ് ഓപ്ഷൻ മെനു. അതിൽ മുകളിലെ ആപ്പ് ബാറിൽ അല്ലെങ്കിൽ ആക്ഷൻ ബാറിൽ ഐക്കണായിട്ട് കാണിക്കുന്നത് ഐക്കൺ ബട്ടൺസ് അല്ലേ, അവിടെ നമ്മൾ ആക്ഷൻ ബട്ടൺ എന്നൊക്കെ പറയും, അതവിടെ കാണിച്ചിട്ടുണ്ട്. താഴെ വരുന്നത് ഓവർഫ്ലോ മെനു, അതായത് ഈ മെനുവിൻ്റെ അകത്ത് ഐക്കൺ അവിടെ ആപ്പ് ബാറിൽ കൊള്ളാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ വരുത്താത്ത കാര്യങ്ങൾ വരുന്നതാണ് ഓവർഫ്ലോ ആയിട്ട് വരുന്നതിനെ ഓവർഫ്ലോ മെനു. അതിൻ്റെ അകത്താണ് നമ്മൾ ഫയൽ എന്ന് പറഞ്ഞ സബ് മെനു, അതിൻ്റെ താഴെ എബൌട്ടും എക്സിറ്റും വെച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏത് ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്താലും ആ ഐറ്റം നമുക്കിവിടെ ഒബ്ജക്റ്റായിട്ട് റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് വേണം, ഈ ഐറ്റം ഏതാണെന്ന് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു ആക്ഷൻ നമുക്ക് ചെയ്യണം.
ഓക്കെ, അതിന് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, സ്വിച്ച് കേസ് വെക്കും അല്ലേ. പല ഐറ്റത്തിന് ഒരേ ഇത് ഫങ്ഷൻ വർക്ക് ചെയ്യുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ സാധാരണ വെക്കുന്നത് സ്വിച്ച് കേസാണ്. സോറി, സ്വിച്ചിൽ അതിൻ്റെ അകത്ത് നമ്മൾ പാരാമീറ്ററായിട്ട് എന്ത് പറയണം, ഏത് ഐറ്റം ആണെന്ന് അറിയണം അല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഐറ്റം ഡോട്ട് ഗെറ്റ് ഐറ്റം ഐ ഡി, നമുക്കറിയുന്ന സാധനം ഐറ്റത്തിന്, ഓരോ ഐറ്റത്തിൻ്റെ ഐ ഡി ആണ്. നമ്മൾ ഐ ഡി ആയിട്ട് എന്ത് കൊടുത്തു, ഓരോന്നിനും എന്തൊക്കെ കൊടുത്തു എന്ന് നമുക്കറിയാം അല്ലേ. ഷെയർ ആണെങ്കിൽ എം ഷെയർ ആണ്, സെർച്ചിന് എം സെർച്ച് ആണ് ഐ ഡി, ഫയലിന് എം ഫയലാണ്, ന്യൂ എം ന്യൂ ആണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിനും ഒരു എം ചേർത്തിട്ട് ആ ഐ ഡി കൊടുത്തത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്താൽ മതി, അതുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഇനി ഓരോ കേസായിട്ട് കൊടുക്കുക. സ്വിച്ച് കേസ് ആദ്യത്തേത് ആർ ഡോട്ട് ഐ ഡി ഡോട്ട് എം, ആദ്യം വരുന്നത് എന്താണ്, എം സെർച്ച് അല്ലേ. നമ്മൾ ആദ്യം ഏത് ഓർഡറിലും കൊടുക്കാം, ഞാൻ ജസ്റ്റ് നമ്മൾ ഒന്നും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി എം സെർച്ച് കൊടുത്തു. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു ഇത് ശ്രദ്ധിക്കുക, റിട്ടേൺ ടൈപ്പ് ബൂളിയനാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മൾ ഓരോ കേസ് കഴിയുമ്പോഴും സാധാരണ ബ്രേക്കാണ് ചെയ്യുക. ബ്രേക്ക് ചെയ്താൽ എന്ത് വരും, നേരെ ഇതിന് പുറത്തേക്ക് വരും അല്ലേ, സ്വിച്ചിന് പുറത്ത് വരും. അവിടെ അല്ലെങ്കിൽ നമ്മൾ പിന്നെ റിട്ടേൺ ട്രൂ എന്ന് എന്തെങ്കിലും പറയേണ്ടി വരും. അപ്പോൾ അതിൽ നല്ലത് നമുക്ക് ഇവിടെ ചെയ്യാനുള്ള കാര്യം ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്താ ചെയ്യാനുള്ളത്, സാധാരണ നമ്മൾ എന്താ ചെയ്യുക, ഒരു ടോസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ. സെർച്ച് ആയിട്ടാണെങ്കിൽ ഇപ്പോൾ തൽക്കാലം സെർച്ച് ചെയ്യാനൊന്നും പോകുന്നില്ല, നമ്മൾ സെർച്ചാണ് യൂസർ ക്ലിക്ക് ചെയ്തതെന്ന് നമ്മൾ അറിഞ്ഞു എന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുകയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിനൊരു ടോസ്റ്റ്, അപ്പോൾ കുറേ സ്ഥലത്ത് ടോസ്റ്റ് യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഇതുണ്ട്, എന്താണ്, ഒരു ഫംഗ്ഷൻ അങ്ങോട്ട് ഡിക്ലെയർ ചെയ്യും അല്ലേ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഫംഗ്ഷൻ്റെ പേര് ഡിസ്പ്ലേ എം എസ് ജി, ഡിസ്പ്ലേ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ് കൊടുക്കുകയാണ്. ഓക്കെ, അത് നമുക്ക് ഫംഗ്ഷൻ ഇപ്പോൾ എഴുതിയിട്ടില്ല, അത് താഴെ നമുക്ക് എഴുതാം. അത് അതിന് മുമ്പ് ഞാനിവിടെ അത് ഫംഗ്ഷനെ കോള് ഇവിടെ നടത്തി വെക്കുകയാണ്. അപ്പോൾ സ്ട്രിങ് ആയിട്ട് എന്താണ് സെലക്ട് ചെയ്തത് യൂസർ, സെർച്ച് ഈസ് സെലക്റ്റഡ് എന്നുകൊണ്ട് ആ ടോസ്റ്റ് കാണിക്കാനുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ഇനി എഴുതണം. ട്രൂ, ഞാൻ റിട്ടേൺ ട്രൂ ബ്രേക്ക് പറയുന്നതിന് വരെ നേരെ ഇവിടെ നിന്ന് വേറെ ഒന്നും ചെയ്യാനില്ല, വേറെ ഒരു ഓപ്ഷൻ നമുക്ക് നോക്കണ്ട. അപ്പോൾ അതുകൊണ്ട് റിട്ടേൺ ട്രൂ പറയാം, കാരണം ഇവിടെ ബൂളിയൻ ടൈപ്പ് ആണ്. അതുകൊണ്ട് ഇതിൽ ചെയ്യാനുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ട്രൂ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു റെഡ് കളറുണ്ട് അല്ല, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അതിനറിയില്ല. നേരെ ഇവിടെ വന്ന് ഈ ബൾബ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് മെത്തേഡ്, ഡിസ്പ്ലേ മെസ്സേജ് എന്നുള്ള മെത്തേഡ് മെയിൻ ആക്ടിവിറ്റിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറയും, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ എഴുതാതെ രക്ഷപ്പെടും. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ടൈപ്പ് ചെയ്യണമായിരുന്നു, എന്ത് പബ്ലിക്, പ്രൈവറ്റ്, വോയിഡ്. പബ്ലിക് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല, ഇതിൽ മാത്രം ആവശ്യമുള്ളത് കൊണ്ട് പ്രൈവറ്റ് മതി. പ്രൈവറ്റ്, വോയിഡ്, ഡിസ്പ്ലേ മെസ്സേജ്, പാരാമീറ്റർ എന്താണ്, സ്ട്രിങ് ആണെന്നുള്ളത് ഓട്ടോമാറ്റിക് എടുത്തു, കാരണം ഞാനിവിടെ കോൾ ചെയ്തപ്പോൾ ഇതാണ് കൊടുത്തത്. അപ്പോൾ അത് വന്നു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്താൽ മതി, ടോസ്റ്റ് എന്നുള്ള ആ ഒരു ഇത് മാത്രം വെച്ച് കൊടുത്താൽ മതി. ടോസ്റ്റ് ഡോട്ട് മേക്ക് ടെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് എന്നാണ് ദിസ് കോമ, സ്ട്രിങ് ആയിട്ട് കാണിക്കേണ്ടത് ഈ പാസ് ചെയ്ത് കിട്ടുന്ന ഐറ്റം അല്ലേ. പാസ് ചെയ്ത് കിട്ടുന്ന ഐറ്റത്തിന് ഇവിടെ കൊടുത്ത പേരെന്താണ്, സ്ട്രിങ് സെർച്ച് ഈസ് സെലക്റ്റഡ്. അതിവിടെ കൊടുത്ത ആ ഒരു സ്ട്രിങ് തന്നെ വേരിയബിൾ നെയിമായിട്ട് കൊടുത്തതാണ്. ഞാൻ അതിന് പകരം സ്മോൾ ലെറ്ററിൽ MSC എന്ന് പറഞ്ഞൊരു ഇതാക്കി മാറ്റി. ഓക്കെ, സ്ട്രിങ് MSC. അപ്പോൾ ഞാൻ ആ മെസ്സേജാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, അത് കൊടുത്തു. കോമ, മൂന്നാമത്തായിട്ട് ഒന്നാണ് ഡ്യൂറേഷൻ. നമ്മൾ കൊടുക്കുക എത്ര നേരം കാണിക്കണം എന്നുള്ളത് എന്താണ്, ടോസ്റ്റിൽ തന്നെയുള്ള ലെങ്ത്ത് ഷോർട്ട്. ഇനി എന്തുകൂടെ ചെയ്യണം, ഡോട്ട് ഷോ സെമിക്കോളൻ. ഓക്കെ, ഇത്രേ ചെയ്യാനുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം കൊടുത്താൽ മതി ഇവിടെ, അല്ലെങ്കിൽ ഈ ടോസ്റ്റ് എല്ലായിടത്തും നമ്മൾ കൊടുക്കണം. ഇനി അടുത്ത കേസുകൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഇതങ്ങോട്ട് കോപ്പി ചെയ്യാണ്. ഇത്രയും ഭാഗം അങ്ങോട്ട്
നമുക്ക് എത്ര മെനു ഐറ്റം ഉണ്ട്? 2, 3, 6, 7 ഐറ്റത്തോളം ഉണ്ട് അല്ലേ? ഓക്കെ, 7 ഐറ്റം ഉണ്ട്, സബ് മെനു അടക്കം. ഓക്കെ, ഓരോന്നിനും നമ്മൾ കൊടുക്കുക. അപ്പോൾ ID M സെർച്ച്. അപ്പോൾ അടുത്തത് എന്താണ്? ഷെയർ. അപ്പോൾ ഇത് ഷെയർ എന്നാക്കുക. ഇവിടെ എന്താക്കണം? ഷെയർ. ഇനി ഫയലിന് നമുക്ക് പ്രത്യേകിച്ച് ഇവൻ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല അല്ലേ? വേണമെങ്കിൽ അതിനും വെക്കാം, കാരണം സബ് മെനുവിലേക്ക് പോകാനുള്ള ലിങ്കാണ്. വേണമെങ്കിൽ അതും വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഫയൽ. അപ്പോൾ ഫയൽ സബ് മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് കാണിക്കുമെന്ന് മാത്രം. ഫയൽ സബ് മെനു ഈസ് സെലക്റ്റഡ്. ഓരോന്നിൻ്റെ കേസ് മാറ്റി മാറ്റി കൊടുക്കുക. അടുത്തത് ഫയൽ കഴിഞ്ഞാൽ ഫയലിൻ്റെ അകത്തുള്ള ഐറ്റംസ് ഇനി പറയാം. എന്താണ്? ന്യൂ. ന്യൂ. അപ്പോൾ എന്ത് ചെയ്യണം? ന്യൂ. എളുപ്പത്തിന് വേണ്ടി ഞാൻ മെനുവിൻ്റെ ഇത് മാത്രമേ, ടൈറ്റിൽ എന്താണോ അത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇനി ഓപ്പൺ. ഓപ്പൺ ഈസ് സെലക്റ്റഡ്. അതിൻ്റെ അകത്ത് എന്താണ്? ന്യൂ ഓപ്പൺ കഴിഞ്ഞാൽ പിന്നെ സേവ് ആണ് അല്ലേ? സേവ് ഈസ് സെലക്റ്റഡ്. ഇനി അടുത്തത് അതിൽ വരുന്നത് എന്താണ്? ന്യൂ ഓപ്പൺ സേവ് സബ് മെനു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്ത് എബൌട്ട് അല്ലേ? എബൌട്ട്, എബൌട്ട് സ്മോൾ ലെറ്റർ തന്നെയാണ്. എബൌട്ട്. ഈ എബൌട്ടിൻ്റെ ഉള്ളിടത്ത് ഞാൻ ജസ്റ്റ് നേരത്തെ കൊടുത്ത് നിങ്ങൾ കണ്ടു, വെറുതെ എബൌട്ട് സെലക്റ്റഡ് എന്നല്ല കാണിച്ചത്, നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള. ദിസ് ഈസ് എ സാമ്പിൾ ടൂൾ ബാർ മെനു പ്രൊജക്റ്റ്. അങ്ങനെ ഒരു മെസ്സേജ് അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഇനിയും വേണം എന്ത്? ഇനി എക്സിറ്റ് ഉണ്ടല്ലേ? സേവ് എന്നുള്ളതിന് ഇനി എക്സിറ്റ് എന്നുള്ളൊരു മെനു കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ എക്സിറ്റ് സെലക്റ്റഡ് എന്ന് കാണിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഫിനിഷ് എന്നുള്ളത് ആപ്പ് എക്സിറ്റ് ആകാനുള്ള ഫങ്ഷനാണ്. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ ട്രൂ ശരിക്കും ആവശ്യമില്ല. നോക്കാം, അത് എറർ പറയുമോ നോക്കാം. ഇനി കേസ് ഇനിയുള്ളത് നമുക്ക് ഡീഫോൾട്ടാണ്. ഇതൊന്നുമല്ലെങ്കിൽ ഓക്കെ, ഒന്നുമല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല, എന്നാലും നമ്മൾ ഈ പറഞ്ഞ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അത് ഇവിടെ നിന്ന് കട്ട് ചെയ്യുക. ഓൾറെഡി നമുക്ക് ആദ്യം കിട്ടിയ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റാണ്, അത് ഇവിടെ കൊടുക്കുക ഡീഫോൾട്ട്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലിക്ക് ഇവൻ്റ് ഹാൻഡ്ലിംഗ് ഓക്കെ ആയി. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്തതെന്ന് നോക്കുക. ഓൺ ഓപ്ഷൻസ് ഐറ്റം സെലക്റ്റഡ്. ഈ പേരുകൾ കൃത്യമായി ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പലരും തെറ്റിക്കുന്നത് അങ്ങനെയാണ്. ഒന്നുകിൽ സ്പേസ് ഇട്ടടിക്കും, ഓൺ കഴിഞ്ഞ് സ്പേസ്, ഓപ്ഷൻസ് കഴിഞ്ഞ് സ്പേസ്, ഐറ്റം. അതൊന്നുമല്ല, ഫംഗ്ഷൻ്റെ പേര് ചോദിച്ചാൽ കൃത്യമായിട്ട് സ്മോൾ ലെറ്റർ, O ക്യാപിറ്റൽ, I ക്യാപിറ്റൽ, ES ക്യാപിറ്റൽ കൃത്യമായിട്ടത് എഴുതുക. ഓക്കെ, എന്നിട്ടൊരു മെനു ഐറ്റം പാരാമീറ്റർ ഉണ്ടെന്നുള്ളത് എഴുതുക. അതാണ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതേണ്ടത്. അത് എഴുതിയവർക്ക് ഞാനിപ്പോൾ ഓരോ ക്വസ്റ്റിനും 100 പോയിൻ്റ് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ ഇതിൽ വരുന്നത് ഹെഡ്പസിൽ. അപ്പോൾ അത് ചെറിയ ചെറിയ തെറ്റുകൾ ആരെയും അറിയാം, പക്ഷേ എഴുതുന്നതിൽ സ്പേസ് ഇട്ട് അടിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായി ഇത് പാരാമീറ്റർ കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 100 എന്നുള്ളത് 75, 80 അല്ലെങ്കിൽ 75, 60 എഴുതുന്നതിൻ്റെ രീതി അനുസരിച്ച് താഴേക്ക് പോകും. ഓക്കെ, അതിനനുസരിച്ചാണ് നിങ്ങളുടെ പോയിൻ്റ് അവിടെ വരുന്നത്. ഈ പോയിന്റുകളൊക്കെ അവസാനം നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ ഒരു ടെസ്റ്റ് പേപ്പറിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ ഇത് എന്താണ്? നമ്മൾ ആദ്യം ഓൺ ക്രിയേറ്റ് ഓപ്ഷൻസ് മെനു, അതിൻ്റെ അകത്താണ് മെനു ഇൻഫ്ലേറ്റ് ചെയ്ത് മെനു ആക്കി മാറ്റിയത്. ഇനി അതിൻ്റെ ക്ലിക്ക് ഇവൻ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഓൺ ഓപ്ഷൻസ് ഐറ്റം സെലക്റ്റഡ് എന്നുള്ളതിനെ ഓവർറൈഡ് ചെയ്താൽ മതി. നമ്മുടെ മെയിൻ ആക്ടിവിറ്റിക്കകത്ത് തന്നെയാണ് ഇതല്ല കേട്ടോ. മെയിൻ ആക്ടിവിറ്റിയിൽ ഓൺ ക്രിയേറ്റ് ഉണ്ട്, ഓൺ ക്രിയേറ്റ് ഓപ്ഷൻസ് മെനു, ഓൺ ഓപ്ഷൻസ് ഐറ്റം സെലക്റ്റഡ്. അതുകൂടാതെ നമ്മളായിട്ടൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. എന്താണ്?
ഓക്കെ. അപ്പോൾ അതുകൂടാതെ നമ്മളായിട്ട് ഡിസ്പ്ലേ മെസ്സേജ് എന്നുള്ള ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഡിസ്പ്ലേ മെസ്സേജിൽ ടോസ്റ്റ് MSG എന്താണോ പാസ് ചെയ്ത് കിട്ടുന്ന സ്ട്രിങ് അതിവിടെ ടോസ്റ്റിനകത്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ എഴുതി വെച്ചാൽ എളുപ്പത്തിന് വേണ്ടി എഴുതിയതാണ്. അല്ലെങ്കിൽ ഓരോ തവണയും ഇവിടെ ടോസ്റ്റ് എന്നുള്ളത് ഫുള്ള് നീളത്തിൽ അങ്ങനെ എഴുതേണ്ടി വരും, അത് ഒഴിവാക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇനി റൺ ചെയ്താൽ ലോഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സെർച്ച് ഈസ് സെലക്റ്റഡ് ഇവിടെ കാണിച്ചു അല്ലേ. ഷെയർ ഈസ് സെലക്റ്റഡ്. ഓപ്ഷൻ മെനുവിൻ്റെ അകത്ത് ഫയലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഫയൽ സബ് മെനു സെലക്റ്റഡ് എന്ന് കാണിച്ചു. അതിൻ്റെ അകത്ത് ന്യൂ ക്ലിക്ക് ചെയ്താൽ ന്യൂ സെലക്റ്റഡ് എന്ന് കാണിച്ചു. ഫയൽ സബ് മെനു സേവ് ക്ലിക്ക് ചെയ്താൽ സേവ് സെലക്റ്റഡ് എന്ന് കാണിച്ചു. ഇനി ഇതിൻ്റെ അകത്ത് സബ് മെനുവിലേക്ക് ഞാൻ പോകുന്നില്ല. എബൌട്ട് ദിസ് ഈസ് എ സാമ്പിൾ ടൂൾ ബാർ മെനു പ്രൊജക്റ്റ് എന്ന് കാണിച്ചു. എബൌട്ട് കാണിച്ചപ്പോൾ ഇനി എക്സിറ്റ് കാണിച്ചാൽ എന്ത് വേണം? പ്രോഗ്രാമിൽ നിന്ന് പുറത്ത് പോകണം. കാരണം നമ്മൾ അതിനകത്ത് എക്സിറ്റിന് ഫിനിഷ് എന്നുള്ള ഇതാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഇത്. ഈ ഫിനിഷ് ചെയ്താലും പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവില്ല. നമുക്ക് ഇവിടെ കാണാം ഇപ്പോഴും റണ്ണിങ് ആണത്. നമുക്ക് വേണമെങ്കിൽ രണ്ടാമത് ആ ഇതിൻ്റെ ആപ്സ് അല്ലേ നമ്മൾ എടുക്കില്ലേ, ബാക്ക്ഗ്രൗണ്ടിലുള്ള ആപ്സ് എടുക്കുന്നതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടൂൾ ബാർ മെനു ഡെമോ 2 എടുക്കാം. അത് വീണ്ടും റണ്ണിങ് ആയിട്ട് വരും. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ക്വിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ ഫിനിഷ് ചെയ്യുമ്പോൾ. അത് നിങ്ങൾക്കറിയാം എന്താണ് അതിൻ്റെ ലൈഫ് സൈക്കിളൊക്കെ അറിയാമല്ലോ. ഡിസ്ട്രോയ് ആകുമ്പോൾ മാത്രമേ മെമ്മറിയിൽ നിന്ന് അത് പോവുള്ളൂ. നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ പിടിച്ച് സ്റ്റോപ്പ് ചെയ്യുക തൽക്കാലം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഇതിൽ ചെറിയൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ നമുക്ക് ഇത് കാണിക്കാൻ നോർമലി നമ്മൾ മെനു വെച്ചാൽ ഇങ്ങനെ ടോസ്റ്റ് കാണിക്കലല്ല നമ്മുടെ എയിം. നമ്മളെന്താണ് അതിൽ ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ടാവും. ഫയൽ ഓപ്പൺ എന്ന് പറഞ്ഞാൽ പുതിയ ഫയൽ ഓപ്പൺ ചെയ്യാൻ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോഗ്രാം ആണെങ്കിൽ പ്രോജക്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള കോഡുകളൊക്കെ വരും. അല്ലെങ്കിൽ വേറെ ഫംഗ്ഷനെ കോൾ ചെയ്യും, അതിൻ്റെ അകത്ത് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ലെങ്കിൽ പുതിയൊരു ആക്ടിവിറ്റി ഓപ്പൺ ആക്കും, അങ്ങനെ എന്ത് വേണേൽ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് നിങ്ങളുടെ പ്രോഗ്രാമിംഗ് സ്കില്ലൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. ഇതിൻ്റെ അകത്ത് ഇത്രയും നീട്ടി വലിച്ച് കേസ് നമുക്ക് ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് വിചാരിക്കുക. സെർച്ച് ക്ലിക്ക് ചെയ്താൽ സെർച്ച് സെലക്റ്റഡ്, അല്ലെങ്കിൽ ഷെയർ സെലക്റ്റഡ്, ഫയൽ മെനു ഫയൽ സെലക്റ്റഡ്, ന്യൂ സെലക്ട്, എല്ലാത്തിൻ്റെ ഈ സെലക്റ്റഡ് ഇതാണ്. ബാക്കി ഇവിടെ വരുന്നത് എന്താണ്? ആക്ച്വലി അതിൻ്റെ ടെക്സ്റ്റാണ് അല്ലേ. ഏത് ഐറ്റമാണോ അതിൻ്റെ ടെക്സ്റ്റ് അതിലെഴുതിക്കുക. നമ്മൾ ടൈറ്റിൽ അല്ലേ, അതിൻ്റെ ടൈറ്റിലാണ് വരുന്നത്. അപ്പോൾ അത് ഇത്രയും കേസ് ഒഴിവാക്കി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ സ്വിച്ച് കേസിൽ ഓരോ കേസ് കൊടുക്കാതെ നമുക്ക് ഈ ഐറ്റം ഒബ്ജക്റ്റ് കിട്ടിയാൽ എങ്ങനെ അത് ഡിസ്പ്ലേ ചെയ്യാം? അത് നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ആദ്യം ഞാനിവിടെ ഈ പോർഷൻ, ഇത്രയും പോർഷൻ കളയാണ്. നമ്മൾ ഈ സ്വിച്ച് കേസ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഡിസേബിൾ ചെയ്തു. ഓക്കെ, നമുക്കിവിടെ ഐറ്റം നമുക്ക് കിട്ടുന്നുണ്ട്. സ്വിച്ച് കേസൊക്കെ അവിടെ ഇരുന്നോട്ടെ. നമുക്കിവിടെ ഐറ്റം കിട്ടുന്നുണ്ട്. ഈ ഐറ്റം എന്താണോ അതിൻ്റെ ടൈറ്റിൽ അങ്ങോട്ട് സെലക്ട് ചെയ്തുകൊണ്ട് ഡിസ്പ്ലേ ചെയ്താൽ പോരെ. അപ്പം അതിനെന്ത് ചെയ്യാം? വെറുതെ ഒരു ടോസ്റ്റ് എഴുതാം അല്ലേ. ടോസ്റ്റ് ഡോട്ട് മേക്ക് ടെക്സ്റ്റ് കോണ്ടാക്ട് ദിസ് കോമ കാണിക്കേണ്ട എന്താണ്? കാണിക്കേണ്ട നമ്മുടെ ഐറ്റത്തിൻ്റെ ടൈറ്റിൽ. നമുക്കതൊന്ന് എടുത്ത് കിട്ടുമോ നോക്കാം. ഐറ്റം ഡോട്ട് ഗെറ്റ് ഐറ്റം ID എന്ന് പറഞ്ഞ പോലെ ഗെറ്റ് ടൈറ്റിൽ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. യെസ്, ഗെറ്റ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്ന ക്യാരക്ടർ സീക്വൻസ് ആണ് അല്ലേ. നമുക്ക് വേണമെങ്കിൽ അതിനൊന്ന് ടു സ്ട്രിങ് ആക്കി മാറ്റാം. അപ്പോൾ നമുക്ക് ആ ടൈറ്റിൽ കിട്ടി. ഇതിൻ്റെ കൂടെ എന്തുകൂടെ കാണിക്കണം? ഒരു സ്ട്രിങ് കൂടെ കാണിക്കാവുന്നതാണ്. ഈസ് സെലക്റ്റഡ്, അതല്ലേ നമ്മൾ ഇത്രയും നേരം കാണിച്ചുകൊണ്ടിരുന്നത്. ഈസ് സെലക്റ്റഡ് എന്നുള്ള സ്ട്രിങ് കൂടി കാണിക്കുക. കോമ മൂന്നാമത്തെ ഐറ്റം എന്താണ് ഇതിൽ? ആദ്യത്തെ ഐറ്റം കോണ്ടെക്സ്റ്റ്, രണ്ടാമത്തത് എന്താണ് കാണിക്കേണ്ടത്? ആ സെലക്ട് ചെയ്ത മെനുവിൻ്റെ ഐറ്റം സ്ട്രിങ്, ആ സ്ട്രിങ് ഇറ്റ് ഈസ് സെലക്റ്റഡ് കോമ മൂന്നാമത്തത് നമ്മുടെ ഡ്യൂറേഷൻ അല്ലേ. ഡ്യൂറേഷൻ നമ്മൾ സാധാരണ കൊടുക്കുക ടോസ്റ്റ് ഡോട്ട് ഷോർട്ട്, പിന്നെ ഡോട്ട് ഷോ. ഇത്രയും ചെയ്താൽ എന്താ വരും? ഇപ്പോൾ ഇത്രയും ഭാഗം ഞാൻ ഡിസേബിൾ ചെയ്തു. ഇത്രയും എഴുതിയത് ഞാൻ ഡിസേബിൾ ചെയ്തു. ഓക്കെ,
നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഈ പറഞ്ഞ ഫംഗ്ഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കാം. മറ്റൊരു ലൈനിൽ അതിലൊരു എറർ വന്നിട്ടുണ്ട്. അതൊരു ബ്രാക്കറ്റ് അധികം വന്നതാണ്. ഇവിടെ കാണിക്കുന്നുണ്ട് ബ്രാക്കറ്റ്. ഓക്കെ, മിസ്സിങ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് വന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫംഗ്ഷൻ്റെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡിസേബിൾ ചെയ്തതിൻ്റെ അകത്തായി പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നിന്ന് കോപ്പി എടുക്കുക, അല്ലെങ്കിൽ റിട്ടേൺ ട്രൂ എന്ന് പറഞ്ഞാൽ മതി അല്ലേ. കോപ്പി എടുക്കണ്ട, വെറുതെ റിട്ടേൺ ട്രൂ പറഞ്ഞാൽ മതി. ഓക്കെ, റിട്ടേൺ ട്രൂ. കാരണം ഇതിലുള്ള റിട്ടേൺ ട്രൂ ഒക്കെ നമ്മൾ കേസിൻ്റെ അകത്തായിരുന്നു. അവസാനത്തെ ഡീഫോൾട്ടിൻ്റെ ഇവിടെയായിരുന്നു. അപ്പോൾ നമ്മളത് ഡിസേബിൾ ചെയ്തപ്പോൾ അകത്ത് പോയി. അപ്പോൾ അതുകൊണ്ട് ആ എററാണ് വന്നത്. ജസ്റ്റ് ഒന്നുകൂടെ അത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ ഷെയർ ഈസ് സെലക്റ്റഡ്. കണ്ട, ഒറ്റ ലൈനിൽ നമ്മുടെ കാര്യം നടന്നു. സെർച്ച് ഈസ് സെലക്റ്റഡ്. ഇതിൽ ഏത് മെനു ആയിട്ട് സെലക്ട് ചെയ്താലും ഫയൽ ഈസ് സെലക്റ്റഡ്. അതിൻ്റെ അകത്ത് ഓപ്പൺ ഈസ് സെലക്റ്റഡ്. ഒക്കെ ആ സ്ട്രിങ് എന്താണോ ടൈറ്റിൽ അത് അവിടെ അത് സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ വേറെ പ്രശ്നം എന്താ, നമ്മൾ നേരത്തെ വേറെ ഇതുണ്ട്. എബൌട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതല്ല വന്നിരുന്നത്. പ്രൊജക്റ്റ് എന്താണെന്ന് എക്സിറ്റ് ക്ലിക്ക് ചെയ്തപ്പോൾ പുറത്ത് പോവുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ എക്സിറ്റ് സെലക്റ്റഡ് എന്നേ കാണിക്കുള്ളൂ. ആ ഒരു വ്യത്യാസം. ഡെമോ പർപ്പസിന് ഇത് മതി. ഓക്കെ, മറ്റേത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ആ ഫിനിഷ് എന്നുള്ള ഫംഗ്ഷനും പിന്നെ അതുപോലെ എബൌട്ടിൽ എന്താ ഉദ്ദേശിക്കുന്നത് അറിയാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം മറ്റേ രീതിയിൽ തന്നെ എഴുതി കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് ഡെമോ പർപ്പസിന് ഇത്രയും മതി. പക്ഷേ നോർമലി നമ്മൾ മെനു വെച്ചാൽ ഓരോ കേസിനും നമുക്ക് വേറെ വേറെ ഫംഗ്ഷൻസ് പലതും ചെയ്യാനുണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ടോസ്റ്റ് അല്ല ചെയ്യുക, എന്താണോ ചെയ്യുന്ന ആ ഭാഗമായിരിക്കും കേസിനകത്ത് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത്. ഇനി ഇതിൽ ഒരു കാര്യം കൂടി വേണമെങ്കിൽ ചെയ്തു നോക്കാം. ഈ മൈ മെനുവിൻ്റെ അകത്ത് സെർച്ചിനകത്ത് ഓക്കെ, ഈ സെർച്ചിനകത്ത് നമുക്ക് ഒരു ആട്രിബ്യൂട്ട് കൂടെ ഉണ്ട്. എന്നാണ് ഇഫ് റൂം എന്നുള്ളതിൻ്റെ കൂടാതെ കൊളാപ്സ് ആക്ഷൻ വ്യൂ. ഇത് കൊടുത്താൽ എന്താ വ്യത്യാസം വരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ കൂടെ ഇഫ് റൂമും കൂടി കൊടുക്കണം. രണ്ടും നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇഫ് റൂമും കൊടുക്കാം, കൊളാപ്സ് ആക്ഷൻ വ്യൂ എന്നുള്ളതും കൊടുക്കാം. എന്താ വ്യത്യാസം എന്നുള്ളത് നോക്കാം. ഓക്കെ, അത് സാധാരണ വരുന്നത്. അതിന് വേറെ എന്തോ പ്രോഗ്രാമിംഗ് കൂടി ചെയ്യാനുണ്ട്. ഞാൻ ചെയ്ത് നോക്കിയിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അതിലെന്താണെന്ന് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടൈറ്റിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പാകത്തിന് വരും. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പാകത്തിന് വരും. ഇപ്പം നമ്മൾ അതിൻ്റെ ഇതിൽ എന്താണ് ഷെയർ ഈസ് സെലക്റ്റഡ് എന്നുള്ളത് വെച്ചത് കൊണ്ടായിരിക്കാം അത് വരാത്തത്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുന്നൊരു ഇത് വരും. അതിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. അത് ഈ രീതിയിൽ ചെയ്താൽ പോരാന്നാണ്. മെനു എന്താണ് ഓൺ ഓപ്ഷൻസ് ഐറ്റം സെലക്റ്റഡ് എന്നുള്ള രീതിയിൽ ചെയ്താൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന, അതായത് ഇത് അങ്ങോട്ട് എക്സ്പാൻഡ് ആവും. ഇവിടെ ഒരു ബാക്ക് ബട്ടൺ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഈ ഐക്കണായിട്ട് അവിടെ നിൽക്കും. അതിനുവേണ്ടിയാണ് ഈ കൊളാപ്സ് ആപ്ഷൻ വ്യൂ. അത് ഞാൻ വീഡിയോ അയച്ചു തരാം. അതിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നുള്ള വീഡിയോയിൽ അത് കാണാം എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് എന്ന് പറയാനുള്ളത്. നമ്മൾ ഇതിലിപ്പോൾ മെനു ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നോക്കുക,
സ്വന്തമായി നമ്മുടേതായ ഒരു ടൂൾ ബാർ അല്ലേ, ആക്ഷൻ ബാർ, ആപ്പ് ബാർ അല്ലെങ്കിൽ ടൈറ്റിൽ ബാർ ആയിരുന്നു ആദ്യം, വെറും ടൈറ്റിൽ മാത്രം കാണിച്ചു. അത് മാറി ആൻഡ്രോയിഡ് 3 കൂടി ആക്ഷൻ ബാർ വന്നു. ആക്ഷൻ ബാറിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആക്ഷൻ ബട്ടൺസൊക്കെ നമുക്ക് അതിൻ്റെ അനാട്ടമി നമ്മൾ കണ്ടു, എന്തൊക്കെയുണ്ട് അതിൽ വരുന്നതെന്ന് കണ്ടു. നമ്മൾ അതുപോലുള്ളൊരു ആക്ഷൻ ബാർ ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുക. നമ്മളത് ക്രിയേറ്റ് ചെയ്തത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൂൾ ബാർ വെച്ചിട്ടാണ്. ടൂൾ ബാർ വെക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഡീഫോൾട്ട് ആയിട്ടുള്ള ആക്ഷൻ ബാർ എടുത്ത് കളയണം. അതെങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. എവിടെയാണ്? സ്റ്റൈൽസിൽ പോയിട്ട് ആ നോ ആക്ഷൻ ബാർന്ന് അവിടെ ചേർക്കണം. ഡാർക്ക് ആക്ഷൻ ബാർന്ന് അങ്ങനെ എന്തോ ഉള്ളത് മാറ്റിയിട്ട് നമ്മൾ നോ ആക്ഷൻ ബാർന്ന് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഡീഫോൾട്ട് ആക്ഷൻ ബാർ പോയി. പിന്നെ നമ്മൾ മെയിൻ്റെ ഇതിനകത്ത് ഒരു ടൂൾ ബാർ ഐറ്റം ആഡ് ചെയ്യണം. ടൂൾ ബാറിൻ്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ ഈ പറഞ്ഞ രീതിയിൽ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ അതിൻ്റെ ഒബ്ജക്റ്റ് മെയിൻ ഇതിൽ ക്രിയേറ്റ് ചെയ്യും. ടൂൾ ബാറിൻ്റെ ഒബ്ജക്റ്റ് ടി ബാർ എന്നുള്ള പേരിൽ ക്രിയേറ്റ് ചെയ്തു. അത് ഇതിൻ്റെ സെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ എന്ന് പറഞ്ഞിട്ട് അതിനെ ആക്ഷൻ ബാറാക്കി മാറ്റി. ആ ടൂൾ ബാറിനെ നമ്മുടെ ആക്ടിവിറ്റിയുടെ ആക്ഷൻ ബാറാക്കി മാറ്റി. എങ്കിൽ മാത്രമേ അതവിടെ വരുള്ളൂ. ഇത്രയും വന്നാലും എന്ത് വരും? അതിൻ്റെ അകത്ത് ആ പേര് മാത്രമേ വരുള്ളൂ. ഇനി അതിൻ്റെ ഏത് പേര്? നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേരേ വരുള്ളൂ. പക്ഷേ നമുക്ക് വേറെ ടൈറ്റിൽ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ആപ്പിൻ്റെ ആക്ഷൻ ബാർ ഗെറ്റ് ചെയ്തിട്ട് ഗെറ്റ് സപ്പോർട്ട് ആക്ഷൻ ബാർ ഡോട്ട് സെറ്റ് ടൈറ്റിൽ വഴി നമുക്കത് മാറ്റി കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഡീഫോൾട്ട് ആക്ഷൻ ബാറിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, അതായത് നമ്മൾ ടൂൾ ബാർ കൊടുക്കാതെ തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ആക്ഷൻ സൈറ്റ് ടൈറ്റിൽ നമുക്ക് മാറ്റി കൊടുക്കാം, പറ്റേണ്ടതാണ്. ഓക്കെ, അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ മെനു എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുന്നത് മെനു ഇൻഫ്ലേറ്ററും മെനു ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ കണ്ടു. മെനു എന്നുള്ള ടാഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു. ഐക്കൺ ഇവിടെ എങ്ങനെയാണ് കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. ഈ മെനു ഫോൾഡറിൻ്റെ അകത്തേക്ക് ഇത് വരാൻ വേണ്ടി എന്ത് ചെയ്തു? റിസോഴ്സിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ലേഔട്ട് ക്രിയേറ്റ് ചെയ്തത്. അതിൽ ടൈപ്പ് മെനു എന്ന് കൊടുത്തപ്പോൾ അത് മെനുവിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പിന്നെ എന്ത് ചെയ്തു? അതിനെ ഇൻഫ്ലേറ്റ് ചെയ്യണം. മെനു ഓൺ ക്രിയേറ്റ് ഓപ്ഷൻ മെനു എന്നുള്ളതിൻ്റെ അകത്ത് ആ മെനുവിനെ ഇൻഫ്ലേറ്റ് ചെയ്യണം. അതിന് വേണ്ടി ഒരു മെനു ഇൻഫ്ലേറ്റർ വേണം. അത് ഗെറ്റ് മെനു ഇൻഫ്ലേറ്റർ എന്ന് പറഞ്ഞിട്ടാണ് അത് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത്. ആ ഒബ്ജക്റ്റ് വെച്ചുകൊണ്ട് ഇൻഫ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അത് ഇൻഫ്ലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം മെനുവിൻ്റെ XML ഫയലിൻ്റെ പേര് പറഞ്ഞു കൊടുക്കണം. പേരല്ല, അതിൻ്റെ ID. പിന്നെ r.menu.ഇത്, പിന്നെ ഏത് ഒബ്ജക്റ്റിലേക്കാണ് സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആക്ടിവിറ്റിയുടെ മെനു ആക്കി മാറ്റണമെങ്കിൽ ഈ മെനു ഒബ്ജക്റ്റിലേക്ക് അതിനെ സെറ്റ് ചെയ്യണം. പിന്നെ ക്ലിക്ക് ചെയ്ത് വർക്ക് ചെയ്യണമെങ്കിൽ ഓൺ ഓപ്ഷൻസ് ഐറ്റം സെലക്റ്റഡ് ആണ്. അതിൽ റിട്ടേൺ ചെയ്യുന്നത് ഏത് ഐറ്റമാണ് ക്ലിക്ക് ചെയ്തത് അതിൻ്റെ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യും. അപ്പോൾ അതിൻ്റെ ID ഗെറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ടൈറ്റിൽ ഗെറ്റ് ചെയ്തിട്ടോ എങ്ങനെയാണെങ്കിലും നമുക്കത് ഏതാണ് ക്ലിക്ക് ചെയ്തെന്നുള്ളത് മനസ്സിലാക്കാം. അതിനനുസരിച്ചുള്ള ആക്ഷൻ സ്വിച്ച് കേസ് വഴിയോ എങ്ങനെയെങ്കിലും നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് മെനു ഐക്കണായിട്ട് വരാൻ വേണ്ടി നമ്മൾ പറഞ്ഞു എന്ത് ചെയ്തു? ഷോ ആസ് ആക്ഷൻ എന്നാണ് ഉള്ളത്. ആട്രിബ്യൂട്ട് മറന്നു പോയത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇഫ് റൂം എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാം അവിടെ ടൂൾ ബാറിലാണ് കാണിക്കേണ്ടത്, ഐക്കണായിട്ട് കാണിക്കണം. പക്ഷേ എന്താണ്? സ്ഥലം ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കുറേ അധികം പറഞ്ഞിട്ട് ഇവിടെ സ്ഥലം തികയാതെ വന്നാൽ കാണിക്കില്ല എന്നർത്ഥം. അത് എവിടേക്ക് പോകും? ഓവർഫ്ലോ മെനു താഴേക്ക്, ഓപ്ഷൻ മെനുയുടെ താഴെ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്ന മെനുവിലേക്ക് അത് പോകും. ഓക്കെ, അതിൽ ഐക്കൺ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ നെവർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ മെനുവിൽ മാത്രം കാണിക്കാനുള്ള മെനു ഐറ്റംസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ മെയിനായിട്ട് പറഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നോട്ട് കൃത്യമായിട്ട് ഓൾറെഡി മെനുവിൻ്റെ നോട്ടൊക്കെ എഴുതിയിട്ടുണ്ടാവും. ആക്ഷൻ ബാറിൻ്റെ നോട്ടും എഴുതുക. ഇതിന് വേണ്ടിയുള്ള ബാക്കി സപ്പോർട്ടിങ് വീഡിയോസ് കൂടി ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. അത് നോക്കി നിങ്ങൾ കണ്ടിട്ട് തിയറി പാർട്ടിൻ്റെ നോട്ടൊക്കെ അത് നോക്കി തന്നെ എഴുതി വെക്കുക. പ്രോഗ്രാം ഇത് ചെയ്യാനുള്ളതും നിങ്ങൾ റെഡിയാക്കുക. നമുക്കിതിൽ എന്തായാലും നമ്മുടെ റഫർ കോഡിൽ ലാബിൻ്റെ ഇതിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനു വേണ്ടി അത് കാര്യങ്ങൾ കൃത്യമായിട്ടിത് മനസ്സിലാക്കുക. ഓക്കെ, തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.